വേണ്ടി നമുക്ക് തുടങ്ങുന്ന സമയങ്ങളിൽ നമ്മുടെ മറ്റ് ബഹുമാനനും കർത്തപ്രിയദാസനുമായ കർത്തപ്രിയദാസൻ CB ആൻഡ്രൂസ് അവർക്ക് നമ്മുടെ മറ്റേക്ക് വെച്ചിട്ടുണ്ട്. തുടർന്ന സമയങ്ങളിൽ കർത്തപ്രിയദാസനെ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം വിളിച്ചു ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം. വീണ്ടും നമുക്ക് ഈ ക്ലാസ്സിലേക്ക് 8ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ CB തോമസിനും അദ്ദേഹത്തിന്റെ വൈഫിനും ഇന്ന് രാത്രികാലം ബൈബിൾ വാങ്ങി സഹായിക്കുന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുവിനായ യേശുവിന്റെ നാമത്തിൽ ആദ്യമായി എൻ്റെ വന്ദനം അറിയിക്കുന്നു. പാട്ട് പാടിയ പ്രിയ പൈതൽ മനോഹരമായി പാടുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് കടന്നു വന്ന ഈ സന്ദർഭം കഴിഞ്ഞൊരു വർഷം നമുക്ക് ഓർക്കാം. കഴിഞ്ഞൊരു വർഷം നമ്മളെ വിട്ട് കടന്നുപോയി. ഈ പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ബൈബിൾ ക്ലാസ്സാണ്. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മെ കരുണയോടെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു പുതിയ വർഷം ദൈവം നമുക്ക് തന്നു. ഒരു യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അപകടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ നിന്നൊക്കെയും ദൈവം നമ്മളെ വിടിവിക്കേണ്ടതിനായി നമുക്ക് പ്രത്യേകമായി പ്രവർത്തിക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കാം. നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ് ആമേൻ. ആമേൻ. ഇന്ന് രാത്രികാലം നമുക്ക് ഈ പാരഗ്രാഫ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു എന്നുള്ളതാണ്. വാസ്തവമായി ദൈവത്തിന്റെ സ്നേഹം നമുക്ക് രുചിച്ചറിയുവാൻ തക്കൊണ്ടിടയായി. നമ്മുടെ പാപം ദൈവമായ കർത്താവ് പോക്കി തന്നു. അത് മാത്രമല്ല, തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. രാജ്യവും പുരോഹിതന്മാരും എന്നല്ല, അതിന്റെ ശരിയായ തർജ്ജിമ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. നിങ്ങളോ അന്ധകാരത്തുനിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കൊണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും അത്ര. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് 2 പ്രത്യേക പദങ്ങൾ ചിന്തിക്കാനുണ്ട്. അങ്ങനെ ആക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. 3 കൂട്ടം കാര്യങ്ങളാണ്: മഹത്വം, ബലം, ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. മഹത്വം, നമ്മൾ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം നമ്മൾ എടുക്കാൻ തക്കൊണ്ട് ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല. സകല മഹത്വത്തിനും യോഗ്യൻ നമ്മുടെ ദൈവമാണ്. നെബൂഖദ്നേസർ രാജാവ് രാജധാനി കൂടെ ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ താൻ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ധനമാകാൻ വിട്ടാൽ എൻ്റെ പ്രതാപത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലയോ ഇത്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ബാബിലോൺ സാമ്രാജ്യമായിരുന്നു. 40 തൂക്കുവനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ദൂരം നോക്കിയാൽ ശത്രുക്കൾ നോക്കുന്ന വേളയിൽ വലിയ കാടായിട്ട് തോന്നുമായിരുന്നു. ഒരു വലിയ തൂക്കുവനങ്ങൾ പർവ്വതം പോലെ നിൽക്കത്തക്ക നിലയിലാണ് നെബൂഖദ്നേസർ രാജാവ് ഈ തൂക്കുവനങ്ങൾ നിർമ്മിച്ചത്. ഇറാഖിലെ പുരാതന കാലങ്ങളിലെ 7 അതിശയങ്ങളൊന്നായിരുന്നു ഈ തൂക്കുവനങ്ങൾ. ഈ തൂക്കുവനങ്ങൾ കൊണ്ട് നിബിഡമായി നിർണയിക്കുന്ന ഈ ബാബിലോൺ നഗരം ശത്രുക്കൾക്ക് പെട്ടെന്ന് കയറി ആക്രമിക്കാൻ ഒക്കാത്ത നിലയിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിലാണ് അതിന്റെ ക്രമീകരണം. ആ ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം നമ്മളത് ചിന്തിക്കാനുള്ള വിഷയം. അപ്പം നെബൂഖദ്നേസർ രാജാവ് താൻ മാളിമുറിക്കൂടെ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ താൻ ഇതിനെല്ലാം നോക്കി പറയുകയാണ്, ഞാൻ എൻ്റെ ധനമാകാൻ വെത്താൻ എൻ്റെ പ്രതാപത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലയോ ഇത്. പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ എടുക്കുന്ന അനുഭവമുണ്ട്. അത് ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വം ഒരല്പം പോലും നമ്മൾ വീതിച്ചെടുക്കാൻ തക്കൊണ്ട് ദൈവം സമ്മതിക്കില്ല. ഏലിയാവിന്റെ കർമ്മേലിലെ കൊടുമുടിയിലെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അതേ ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാവ് അടുത്ത് എന്ന്
അത് ഇടിഞ്ഞു കിടന്ന് യാഗപീഠം പണിത് അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തതിനു ശേഷം താൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ആ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ താൻ നടത്തിയ പ്രാർത്ഥനയിൽ 2 ഭാഗമായി തിരിക്കാം. താൻ ആദ്യം പ്രാർത്ഥിച്ചെങ്ങനെയാണ്? അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ഞാൻ നിന്റെ ദാസനെന്നും ഞാൻ നിന്റെ ഹിതപ്രകാരം ഇതൊക്കെ ചെയ്യുന്നെന്നോ ഈ ജനം അറിയുമാറാകട്ടെ. ആ പ്രാർത്ഥനയിൽ താന് ഉപയോഗിക്കുന്ന പദം മൊത്തം ഞാൻ ഇത് ചെയ്തെന്ന് അറിയട്ടെ, ഞാൻ നിന്റെ ദാസൻ എല്ലാവരും അറിയട്ടെ, ഞാനാണ് ഇതെല്ലാം ക്രമീകരിച്ചത്, ഞാനാണ് ഈ സഭയെ പണിതത്, ഞാനാണ് ഈ ഇടിഞ്ഞ യാഗപീഠം പണിതത്, ഞാനാണ് ഇത്രയും ആത്മാക്കളെ കൊണ്ടുവന്നത്, ഞാനാണ് കോള് പണിതത്, എല്ലാം ഞാൻ. ഏലിയാവ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവും സ്വർഗത്തിന് ലഭിച്ചില്ല. കാരണം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ഏലിയാവ് ഒരു പ്രാർത്ഥനാ വീരനാണെങ്കിലും താൻ ഞാൻ എന്നുള്ള പദം പ്രയോഗിച്ചിട്ട് ഈ ജനം അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും വന്നില്ല. രണ്ടാമത് താൻ വീണ്ടും ആവർത്തിച്ചു, കർത്താവേ, നീ യഹോവ തന്നെ, നീ ദൈവമാണെന്ന്, നീയാണ് ഇതിന്റെ മധ്യേ പ്രവർത്തിച്ചെന്ന് ഈ ജനം അറിയുമാറായിട്ട് തീ അയക്കണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം കൊടുത്തു കഴിഞ്ഞപ്പോൾ സകലവും ദൈവമേ നീയാണ് ഇത് ചെയ്തെന്നുള്ള സ്വർഗത്തിനായ ദൈവത്തെ നോക്കി മഹത്വം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. എന്ന മാനുഷിക വശത്ത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഞാൻ. അതേ, വാസ്തവത്തിൽ ഞാനെന്നുള്ള പേര് ഇസ്രായേലിലെ ദൈവത്തിന്റെ ഒരു പേരാണ്. നമ്മൾ വായിക്കുന്ന കയ്യപ്പ പുരോഹിതന്റെ അരിക്കൽ കർത്താവായ യേശുക്രിസ്തു കെട്ടപ്പെടനായി നിൽക്കുമ്പോൾ പലരും വന്ന് കള്ളസാക്ഷികൾ പറഞ്ഞു, ഒന്നും ഒത്തുവന്നില്ല. അവസാനം കയ്യപ്പ എഴുന്നേറ്റ് ചോദിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിച്ചു. അതുവരെ മിണ്ടാതിരുന്ന യേശു തല ഉയർത്തി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു ക്രിസ്തുവോ എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉത്തരം കൊടുത്തോളാം അതിന്റെ അർത്ഥം. ഇത് യഹൂദന്മാരുടെ ഒരു വ്യവസ്ഥയാണ്, ഒരു പ്രമാണം. ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഉടൻ മറുപടി എടുക്കണം. ഉടനെ യേശു തല ഉയർത്തി, ഞാനാണെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞു, അവൻ നീ ആകാശ മേഖല വാഹനമാക്കിയവർ നിങ്ങൾക്ക്. അപ്പൊ ഞാനാണെന്ന് പറഞ്ഞപ്പം മഹാപുരോഹിതൻ സ്ഥാനവസ്ത്രം വലിച്ചു കയറി. ഇനി ഞാൻ എന്തിനെ കുപ്പായിട്ട് നടക്കുന്നത്? അയ്യപ്പാവിന് അറിഞ്ഞോ അറിയാതോ വലിച്ചു കയറി. കാരണം ഞാനെന്ന് പറഞ്ഞാൽ അവരുടെ ദൈവത്തിന്റെ പേരാണ്. മഹാപുരോഹിത, നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ പിതാവായ മോശയ്ക്ക് മുൾപ്പടത്തിൽ പ്രത്യക്ഷപ്പെട്ട ഞാനാണ് നിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. മോശ ദൈവത്തോട് ചോദിച്ചു, ആരാണ് നിന്നെ അയച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തര പറയേണ്ടെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാനാകുന്നു, അവൻ നിന്നെ അയച്ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഉടനെ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കിട്ടുന്ന മഹത്വം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. മഹത്വം ദൈവത്തിനുള്ളതാണ്. ഞാനാകുന്നു. മഹാപുരോഹിത, നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ പിതാവായ മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഞാനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയ ഞാനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ചെങ്കടലിനെ വിവാഹിച്ച ഞാനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കും. അവന് നീ ആകാശമേഖലയെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. ഉടനെ വസ്ത്രം വലിച്ചു കയറി. ഞാൻ പറഞ്ഞു, അതോടെ മഹാപുരോഹിത ശുശ്രൂഷ അവസാനിച്ചു. സാക്ഷാത്തായ മഹാപുരോഹിതൻ വന്നു. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ വന്നു കഴിഞ്ഞു. ഇനി എനിക്ക് കുപ്പായം ആവശ്യമില്ല, വലിച്ചു കയറി. അറിഞ്ഞോ അറിയാതെയോ പഴയ നിയമകാലത്ത് മഹാപുരോഹിതൻ തൻപിടി പിച്ചിപ്പറിക്കാൻ പാടില്ല, സ്ഥാനവസ്ത്രം വലിച്ചു കയറാൻ പാടില്ല. പുറപ്പാട് 28-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. മഹത്വം ദൈവത്തിനുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് എന്നുള്ളത് ചില വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം. യോശുവ 7:19. യോശുവ ആകാനോട്, മകനെ, ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത അവനോട് ഏറ്റുപറക, നീ എന്തു ചെയ്തു എന്ന് പറക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. അതെ, നമ്മൾ അതിന്റെ ഓർഡർ അനുസരിച്ച് പോവുകയാണ്. അതിന് മുമ്പ് ഒരു വാക്യം വായിക്കാറുണ്ട്. ദൈവം പറയുന്നൊരു വാചകം യെശയ്യാ 42-8 വാക്യം വായിക്കാം. യെശയ്യാ 42:8. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം,
ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു. അത് ഉത്ഭവിക്കും മുൻപേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ഇത് ദൈവം പറഞ്ഞ വാചകമാണ്. ഞാൻ യഹോവ, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കുകയില്ല. ജീവനുള്ള ദൈവം, ദൈവത്തെ കൊണ്ട് തന്നെ പറയാണ്, ഞാൻ ദൈവമാണ്. എന്റെ മഹത്വം വീതിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. വിഗ്രഹങ്ങൾ കൊടുക്കാൻ തക്കണം സമ്മതിക്കത്തില്ല. ഞാനാണ് ജീവനുള്ള ദൈവം. അപ്പോൾ ദൈവം തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ദൈവത്തിന് കിട്ടേണ്ട മഹത്വം, ദൈവത്തിന് കിട്ടേണ്ട ആരാധന, ദൈവത്തിന് കിട്ടുന്ന സ്തോത്രങ്ങൾ. സകലത്തിനും യോഗ്യൻ നമ്മുടെ ദൈവം മാത്രമാണ്. മഹത്വം നമ്മൾ എടുക്കരുത്, നമ്മൾ പൊങ്ങച്ചം പറയരുത്. എന്റെ ആരോഗ്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന് പറയരുത്. നമ്മളെ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇടപാട് തീരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ആകാൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ് കാണുന്നത്. ആയി പട്ടണത്തെ പിടിച്ചെടുക്കാൻ പോകുമ്പം എല്ലാവരും തോറ്റുപോയി. 36 പേര് പട്ടുപോയി. വലിയൊരു പരാജയം ഉണ്ടായി. യെരിഹോവിന്റെ മതിൽ അങ്ങോട്ട് ഇടിച്ചു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഹായ് പട്ടണത്തെ, ചെറിയൊരു പട്ടണത്തെ, അവിടെ 2000-3000 പേര് പോയാൽ മതി എന്ന് പറഞ്ഞു. അവർ തോറ്റ് പിന്മാറിപ്പോയി. സംഗതി തിരക്കി ചീട്ടിട്ട് വന്നപ്പോൾ അതേ ഗോത്രം ഗോത്രമായി, കുലം കൊലമായി, വ്യക്തി വ്യക്തിയായിട്ട് ചീട്ടിട്ടപ്പോൾ ആകാനെ ചീട്ട് പോയി. ചീട്ട് വീണ ഉടനെ അതുവരെ അവൻ മിണ്ടായിരുന്നു എന്നുള്ള, എന്നെ പിടിക്കോ ഇല്ലെന്ന് അറിയട്ടെ. ഇത്രയും ജനത്തെ ഇട്ട് വലച്ച് കഷ്ടപ്പെട്ട് വയാതെ 36 പേരും മരിച്ചോ. ഇവൻ ഒറ്റൊരുത്തൻ കാരണമുണ്ട്. എപ്പോൾ പറഞ്ഞു, മകനെ നീ എന്ത് ആ വാക്യം ഒന്നും വായിക്കാം. യോശുവ 7:19. യോശുവ 7:19. 2-3 സഹോദരിമാരുണ്ടായിട്ട് എന്തോ പറ്റി? യോശുവ ആകാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത അവനോട് ഏറ്റുപറക, നീ എന്തു ചെയ്തു എന്ന് പറക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് നീ ഏറ്റുപറയുക. അപ്പൊ നമ്മൾ ഏറ്റു പറയുമ്പോൾ, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ തന്നെ അത് ദൈവത്തിന് മഹത്വമാണ്. മനസ്സിലായോ? നീ ഏറ്റുപറ മകനെ, നീ പറ, നീ എന്താ ചെയ്തെന്ന് പറ. നീ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുക്ക. എന്നിട്ട് ഏറ്റുപറയുക. നിൻ പാപങ്ങളെ നീ ഏറ്റുപറയാം. അപ്പോ ഒരു ദൈവത്തിന്റെ പൈതൽ തങ്ങളുടെ കുറ്റം സംബന്ധിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അത് ദൈവനാമം മഹത്വപ്പെടുകയാണ്. ദൈവത്തിന് മഹത്വമാണ്. രണ്ടാമത് വെളിപ്പാട് 16-9 വാക്യം വായിക്കാം. വെളിപ്പാട് 16:9. മൂന്നാമതും വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കാത്തവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന 16:9 വായിക്കുമ്പോൾ മനുഷ്യർ കൃഷ്ണത്താൽ വെന്തുപോയി ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെടുന്നത് ദൈവത്തിന് മഹത്വമാണ്. ഇത് മഹോദരകാലത്തിന്റെ മധ്യത്തിൽ നടക്കുന്ന സന്ദർഭമാണ്. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദൈവം ബാധകൾ അയച്ചപ്പോൾ ദൈവമേ ഈ ബാധയിൽ നിന്ന് പിടിക്കണമേ എന്നൊരു പ്രാർത്ഥിക്കല്ലായിരുന്നു, ദൈവത്തെ ദുഷിക്കുകയായിരുന്നു. മാനസാന്തരപ്പെട്ടില്ല. ഇന്നും മാനസാന്തരപ്പെടുവാൻ കൊണ്ട് ദൈവത്തിന് തോത് കേട്ടിട്ടും ആരും മാനസാന്തരപ്പെടാതിരുന്നാൽ അത് ദൈവത്തിന് മഹത്വം വരുന്നില്ല. ദൈവകൃപയാൽ നമ്മൾ മാനസാന്തരപ്പെട്ടപ്പോൾ അത് ദൈവത്തിന് മഹത്വമായി. ഒടിച്ച് നമുക്ക് ചില വാക്യം വായിക്കാം. അടുത്ത റോമർ 4:20 വായിക്കാം. റോമർ 4:20. ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ അത് ശക്തിപ്പെടുവാൻ തക്കണം ഇടയായി തരണം. അത് ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നത് വിശ്വാസം കൊണ്ട്. നമ്മുടെ വിശ്വാസം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തരും. ലാസറിന്റെ കല്ലറയ്ക്ക് വെച്ച് ലാസറിനെ ഉയർപ്പിച്ച ദൈവം, യായിറോസിന്റെ 4 നിലയിലുള്ള വിശ്വാസം നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ശതാധിപനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ശതാധിപന്റെ ബാല്യക്കാരൻ, മത്തായി 8-ാം അധ്യായത്തിൽ ബാല്യക്കാരൻ സൗഖ്യമില്ലാതെ ഇരുന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ അരിക്കൽ ആളയച്ചു പറഞ്ഞു, ഗുരു, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ചെടുക്കുന്നു, നീ അവനെ സൗഖ്യമാക്കണമേ. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നവനെ സൗഖ്യമാക്കി. ഉടനെ ബാല്യക്കാരൻ പറഞ്ഞു, ബാല്യം എന്താ അറിയാമോ, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല.
നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നോക്കണമേ, അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു കണ്ടോ, ഞാൻ യോഗ്യനല്ല, നീ എന്റെ പരക്കത്ത് വരാൻ എനിക്ക് കസര ഇരിക്കാനില്ലഞ്ഞിട്ടല്ല, ഞാൻ പാപിയാണ്, പാപം നിറഞ്ഞവനാണ്, അതുകൊണ്ട് എന്റെ വീടിന്റെ അകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീയോ യോഗ്യൻ. നോക്കണമേ, ദൈവം ആരാണെന്ന് അവൻ അറിഞ്ഞു. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അപ്പം അവന് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്നുള്ള ആ വിശ്വാസം അവനുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം കൊടുത്തു. രണ്ടാമത് ഒരിക്കൽ ഒരു രാജഭൃത്യൻ യേശുവിന്റെ അരിക്കൽ കടന്നു വന്നു. എന്റെ മകൻ അത്യാസന്ന നിലയിലായിരിക്കുന്നു, കർത്താവേ, നീ അവന്റെ മേൽ കൈവെക്ക, നീ അവനെ എന്റെ വീട്ടിൽ വന്ന് സൗഖ്യം ആക്കണമേ എന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു രാജഭൃത്യൻ. ശതാധിപൻ പറഞ്ഞ വീട്ടിൽ വരണ്ടെന്ന. എന്നാൽ രാജഭൃത്യൻ പറയുന്നത് എന്റെ വീട്ടിൽ വന്ന് അവനെ സൗഖ്യമാണ്. അവന് സൗഖ്യമാണ്. അവന്റെ വിശ്വാസം വീട്ടിൽ വരണമെന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം കൊടുത്തു. യായിറോസ് എന്ന് കർത്താവിന്റെ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, എന്റെ മകൾ, കുഞ്ഞുമകൾ അത്യാസം നിലയിലായിരിക്കുന്നു, നീ എന്റെ വീട്ടിൽ വന്ന് അവിടെ മേൽ കൈവെക്കണം. അവന്റെ വിശ്വാസം എങ്ങനെയായിരുന്നു? വീട്ടിൽ വന്ന് കൈവെക്കണം. നോക്കണമേ, ഒരുത്തൻ പറയാണ് വീട്ടിൽ വരണ്ട, വാക്ക് പറഞ്ഞാൽ മതി. ദൈവത്തിന് മഹത്വം. രണ്ടാമത് രാജഭൃത്യൻ പറയാണ്, വാക്കൊന്നും പറഞ്ഞാൽ പോരാ, ഇവിടെ നിന്ന് വാക്കൊന്നും പറഞ്ഞാൽ പോരാ, എന്റെ വീട്ടിൽ വരണം. ദൈവത്തിന് മഹത്വം കൊടുത്തു. മൂന്നാമത് യായിറോസ് എന്ന് പറയാണ്, നീ വാക്ക് പറഞ്ഞാലും പോരാ, വീട്ടിൽ വന്നാലും പോരാ, എന്റെ വീട്ടിൽ വന്ന് എന്റെ മോളുടെ മേൽ കൈവയ്ക്കണം. അവന്റെ വിശ്വാസം എങ്ങനെയായിരുന്നു? ഈ വിശ്വാസത്തിലെല്ലാം സർവശക്തനായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രംഗമാണ് കാണുന്നത്. നാലാമത് ഒരുത്തി വന്നു, രക്തസ്രവക്കാരത്തിയായ സ്ത്രീ. അവള് പറഞ്ഞു, നീ വാക്കൊന്നും പറയേണ്ടെന്ന് പറഞ്ഞു, നീ എന്റെ വീട്ടിലും വരണ്ടെന്ന് പറഞ്ഞു, എന്റെ വീട്ടിൽ വന്ന് എന്റെ മേൽ കൈവെക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വന്ന് സൗഖ്യം പ്രാപിച്ചോളാം. അവിടെ വിശ്വാസം എങ്ങനെയായിരുന്നു? പുരുഷാരം ദിക്കിന്റെ ഇടയിൽ ആൾക്കാരുടെ ഇടയിൽ കൂടി കടന്നു നിന്ന് യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങലെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം വന്നു. അവളുടെ ബാധ നിന്നു. അവൾ പഴയ ആ ശരീരത്തിലേക്ക് കടന്നു വന്നു. ഒരു യൗവനക്കാരത്തിന്റെ ശരീരം പോലെയായി. സൗന്ദര്യം എല്ലാം പോയതാണ്. പഴയ നിലയിൽ അവൾ ആയിട്ട് തന്നു. നോക്കട്ടെ, അവളുടെ വിശ്വാസം. 4 പേരുടെ വിശ്വാസം. ഒന്ന്, നീ വീട്ടിൽ വരണ്ട, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. രണ്ടാമത്, രാജഭൃത്യൻ പറഞ്ഞു, നീ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. മൂന്നാമത്, വീട്ടിൽ വന്നാൽ പോരാ, എന്റെ മോളുടെ മേൽ കൈവെക്കണമെന്ന് പറഞ്ഞു. ഓരോരുത്തരെയും വിശ്വാസം വിവിധ അളവിലാണ്. എന്നാൽ രക്തസ്രവക്കാരത്തി പറഞ്ഞു, നീ വാക്കും പറയണ്ട, വീട്ടിലോട്ടും വരണ്ട, വീട്ടിൽ വന്നിട്ട് മേൽ തൊടുകയും വേണ്ട, ഞാൻ അങ്ങോട്ട് തൊട്ട് സൗഖ്യം ആക്കിയോളാം. യേശു ക്രിസ്തുവിനെ തൊടുന്നവരും യേശു തൊടുന്നവരും സൗഖ്യമാകും. അപ്പൊ നമ്മുടെ വിശ്വാസം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കൊണ്ട് കഴിയും. ഇനി ഒരുത്തൻ, ഒരു ഹെരോദ രാജാവ്, അപ്പോസ്തലർ പ്രവൃത്തി 12-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിച്ചു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാകിയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ആലോചിച്ച് നോക്കിയേ, ഹെരോദ രാജാവേ സോദ്യരുടെ നേരും സീതോൻ നേരും ക്രൂദ്ധിച്ചിരിക്കുക. കാരണം ഇവിടുന്ന് അവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. അതെല്ലാം സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി ഒപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനം, അവിടെയുള്ള ഒരു പ്രഭുവിനെ, ആ രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നവരെ കൈവശത്താക്കി ഒരു ഉടമ്പടിക്ക് വേണ്ടി, ഒരു സന്ധ്യയ്ക്ക് വേണ്ടി ആലോചിക്കാൻ തക്കവണ്ണം കടന്നു വന്നു. അപ്പൊ എല്ലാവരും ഇവരും സോദരിന്നും സീതോന്നും ഒക്കെ ആൾക്കാര് വന്ന്, അതേ, ഞങ്ങളെ നേരെ കോപം മാറ്റുമെന്ന് പറയാൻ തക്കുന്ന ഒരു ഉടമ്പടിക്ക് വേണ്ടി വന്നിരിക്കുക. അപ്പം ഹെരോദ രാജാവ് രാജവസ്ത്രം ധരിച്ച് ഇവരെ കാണാനായിട്ട് പ്ലാറ്റോമിലേക്ക് വന്നു. പ്ലാറ്റോമിലേക്ക് വന്ന് താൻ പ്രസംഗം അങ്ങോട്ട് ആരംഭിച്ചു. ഉടനെ കണ്ടു വന്ന ആൾക്കാർക്ക് അറിയാം എന്തോ വലിയ പൊങ്ങനാന്ന് അറിയാം. ചിലരൊക്കെ ആൾക്കാർ ചുമ്മാ ഇട്ട് പൊക്കത്തില്ലേ, പ്രശംസിക്കത്തില്ലേ. അതേ, ഒരിക്കൽ DL മോഡി പ്രസംഗിച്ച സന്ദർഭത്തിൽ ഒരു മദാമ്മ ആ പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിലോട്ട് ഓടിക്കറി. അപ്പം DL മോഡിയോട് പറഞ്ഞു, അയ്യോ DL മോഡി, നിന്റെ പ്രസംഗം, ഇത് ചിക്കാഗോ വെച്ച് നടന്ന സംഭവം, നിന്റെ പ്രസംഗം ഏറ്റവും വലിയ പ്രസംഗമായിരുന്നു. 40,000 ചില്ലാൻ പേരൊന്ന് രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് ഈ മദാമ്മ പറയാണ്, ഇതുപോലൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല, എന്നെ വളരെ സന്തോഷിപ്പിച്ചു. ഉടനെ DL മോഡി പറഞ്ഞു, ഒരു അരമണിക്കൂർ മുമ്പ് പിശാച് വന്ന് ഇത് എന്നോട് പറഞ്ഞതാ, അതെ, നിന്നെ പൊക്കാൻ തക്കണം ആള് വരും, നീ സൂക്ഷിച്ചോണമെന്ന് എന്നോട് നേരത്തെ അരമണിക്കൂർ മുമ്പ് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞത്. ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളങ്ങ് പൊങ്ങി. ഇവിടെ ഹെരോദ രാജാവുണ്ടല്ലോ, ഇവര് വന്ന്, ഹെരോദ രാജാവ്, എന്റെ പ്രിയപ്പെട്ടവരെ,
ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞപ്പോഴേ വന്നവന്മാരെല്ലാം കൂടെ കിടന്ന്, അയ്യോ ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമാണ് അത്രയും കൊണ്ട് പറഞ്ഞു. പുള്ളി അങ്ങ് പൊങ്ങിപ്പോയി. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദേവന്റെ ശബ്ദമെന്ന് പറഞ്ഞ് പൊങ്ങിപ്പോയി. കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഒറ്റ അടി അടിച്ചു. എന്താണ്? ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഒറ്റ അടി അടിച്ചപ്പോൾ അവൻ ക്രമിച്ച് പ്രാണനെ വിട്ടു. അവിടെ വെച്ച് തന്നെ സാധാരണ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ക്രമിക്കുന്നത്, ഇത് പുള്ളി സ്റ്റേജ് വെച്ച് തന്നെ ഇതുപോലെ സംഭവം നിങ്ങളിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതിന്റെ കുഴപ്പം നമ്മൾ പൊങ്ങല്ലേ കേട്ടോ. അയ്യോ ഇന്നത്തെ പ്രവചനത്തിന്റെ ആ ശക്തി എന്നെ വളരെ കോരിത്തരിപ്പിച്ചു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പൊങ്ങരുത്. അതുപോലെ നമ്മുടെ പ്രസംഗത്തെ കുറിച്ച് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പൊക്കുമ്പോഴല്ലോ നമ്മൾ പൊങ്ങരുതേ. സകല മഹത്വത്തിന് യോഗ്യനായ ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. 40,000 പേര് രക്ഷിക്കപ്പെട്ടെങ്കിൽ അത് ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിച്ചത്. മഹത്വം ദൈവത്തിന്. അവിടെ വായിക്കുന്നത് എന്നേക്കും, ഒരു സന്ദർഭത്തിലല്ല, എന്നേക്കും മഹത്വം ദൈവത്തിനാണ്. മഹത്വം ദൈവത്തിനുള്ളതാണെന്ന് ദൈവമക്കൾ എപ്പോഴും ഓർക്കണം. ഏറെതാവ് ക്രമിച്ച് പ്രാണനെ വിട്ടു. ക്രമിച്ച് അവിടെ വെച്ച് തന്നെ അവൻ ക്രമിച്ച് അതേ കഷ്ടപ്പെട്ടവൻ ഭരിക്കേണ്ടതായിട്ട് വന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അത് ദൈവത്തിന് മഹത്വമാണ്. മാനസാന്തരപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. നമ്മുടെ വിശ്വാസം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. മഹത്വം സാറാപ്പുകൾ രണ്ടുകൊണ്ട് പാദം മൂടിയും രണ്ടുകൊണ്ട് മുഖം മറിച്ചും രണ്ടുകൊണ്ട് പറന്നു ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തില്ലേ? നിങ്ങൾ എസ്ഐ 6-ാം അധ്യായത്തിന് ആരാധന കണ്ടിട്ടുണ്ടോ? 6 ചിറകള്, അത് 4 കൊണ്ട് പാദം മൂടുകയാണ്. അത് 2 കൊണ്ട് പാദം മൂടുന്നു, 2 കൊണ്ട് മുഖം മറിക്കുന്നു. നമുക്ക് 6 ചിറക് കൊണ്ടായിരുന്നല്ലോ. 6 ചിറകും കൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പറന്ന് ഡൽഹിക്ക് ഒരു പോക്ക്, അവിടുന്ന് പിന്നെ ദുബൈക്ക് ഒരു പോക്ക്, ഈ 6 ചിറകും കൊണ്ട്. എന്നാൽ സാറാപ്പുകൾ എന്താ ചെയ്ത്? 2 ചിറക് കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മറച്ചു, 2 കൊണ്ട് പറന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. തങ്ങളെ തന്നെ മറയ്ക്കേണ്ട, തങ്ങളെ തന്നെ ഒതുക്കേണ്ട, തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തേണ്ട നിലയിൽ സാറാപ്പുകൾ ഇന്നും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അറാർക്കെന്ന ശബ്ദത്താൽ അവിടെ സംഭവിച്ച ആലയത്തിന്റെ മുൻവരപ്പിലെ അടിസ്ഥാനം കുടുങ്ങി. ദൈവമക്കളെ, ഇന്ന് വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, എന്നേക്കും മഹത്വം, മഹത്വവും എന്നേക്കും ബലവും. അതവിടെ നിൽക്കട്ടെ. നമുക്ക് 7-ാമത്തെ വാക്യം കൂടി ചിന്തിക്കാനുണ്ട്. 2-ാമത്തെ വിഷയം ബലവും. ബലം, ബലവും ആമേൻ. ബലം. നമ്മുടെ ബലം എന്താ? നിന്റെ ആരോഗ്യത്തിൽ നീ പ്രശംസിക്കരുത്. ഈ സാമുദായിക സഭയിൽ ഞാൻ ഓർത്തഡോക്സ് സഭക്കാരനായിരുന്നു. അവിടുത്തെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ അതിന് ചില ഭാഗങ്ങൾ എടുത്ത് കടമെടുത്ത് ഈ സെമിത്തേരിയിൽ ശുശ്രൂഷയ്ക്ക് പറയാറുണ്ട്. ഈ ഡെഡ് ബോഡി കുഴിച്ചിടുമ്പോൾ ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ അതിനു മുമ്പേ അതേ പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, നീ പ്രശംസിക്കരുത് കേട്ടോ, നിന്റെ ആരോഗ്യത്തിൽ നീ പ്രശംസിക്കരുത്, ജ്ഞാനിതങ്ങനെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ യഹോവയിൽ പ്രശംസിക്കണം കേട്ടോ. നമുക്ക് ബലമുണ്ട്. അപ്പൊ ഈ സംസ്കാര ശുശ്രൂഷ നടത്തുമ്പോൾ ഇതാകുന്നു മനുഷ്യന്റെ അവസ്ഥാനമെങ്കിൽ സൗന്ദര്യവതികൾ തങ്ങളുടെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നതിന്, ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന്, ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ യൗവനത്തിൽ ചാഞ്ചാടുന്നതിന്. നമുക്ക് എന്തിൽ പ്രശംസിക്കാനുണ്ട്? നമുക്ക് ഈ ബലം തന്നിരിക്കുന്നത്, ഈ ആരോഗ്യം തന്നിരിക്കുന്നത് ദൈവം തന്ന ആരോഗ്യമല്ലേ? നമുക്ക് ഈ സൗന്ദര്യം തന്നിരിക്കുന്നത് ദൈവം തന്ന സൗന്ദര്യമല്ലേ? എന്റെ മൂക്ക് ഇവിടെ ആയിരുന്നെങ്കിൽ എന്റെ മുഖത്തെ അവസ്ഥ ഉണ്ടായിരുന്നേ? എന്റെ രണ്ട് കണ്ണ് പുറകിലായിരുന്നെങ്കിലോ എന്നെ ആൾക്കാർ തിരിഞ്ഞു നോക്കുവോ? അപ്പൊ എല്ലാം ദൈവം അതാത് സ്ഥാനത്ത് നമ്മളെ ക്രമീകരിച്ച് ഇത്ര മനോഹരമായി ഇത്ര ആരോഗ്യത്തോട് നമ്മളെ സൃഷ്ടിച്ചതായ ദൈവം സകല മഹത്വവും ബലവും ദൈവത്തിനാണ്. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ബലം എവിടുന്നാണ് ലഭിച്ചത്? അത് ദൈവത്തിൽ നിന്നാണ്. എത്ര ചാഞ്ചാടി നടക്കുന്നവനും ദൈവം തമ്പുരാൻ ഏതെങ്കിലും
ഒരു ഓർഗനെ തൊട്ടാൽ പോരെ, നമ്മുടെ ഇടപാട് തീർന്നില്ലേ? നമുക്ക് സംസാരിക്കാൻ തക്കോണം ദൈവം കൃപ തന്നില്ലേ? ബൈബിൾ വായിക്കാൻ തക്കോണം കൃപ തന്നില്ലേ? പാട്ട് പാടാൻ തക്കോണം കൃപ തന്നില്ലേ? ഇതെല്ലാം ബലം ലഭിച്ചത് നമ്മുടെ ദൈവത്തിൽ നിന്നാണ്. ഒരിക്കലും ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം അന്നത്തെ പരിഷ്കൃത രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി. ഇന്ത്യയിൽ വന്നു. സിന്ധു നദി തീരം വരെ കടന്നു വന്നു. അന്ന് അവിടുത്തെ രാജാവായിരുന്നു പോറസ് രാജാവാണ്. പോറസ് രാജാവ് കാല് പിടിച്ചപേക്ഷിച്ചു, എന്റെ രാജ്യം എനിക്ക് തിരിച്ചേരണേ എന്ന് പറഞ്ഞു. അവിടെ പിടിച്ചെടുത്തു. എന്റെ രാജ്യം എനിക്ക് തിരിച്ചേരണമേ എന്ന് കാല് പിടിച്ചപേക്ഷിച്ചപ്പോൾ, നീ നിന്റെ രാജ്യം എടുത്തോ എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ കൂടെ കപ്പലെ യാത്ര ചെയ്യുമ്പോൾ താൻ കടലിനെ നോക്കിയിട്ട് പറഞ്ഞു, കടലേ, നീ ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കീഴ്പ്പെടുത്തിയെന്നെ. ആ യാത്രയിൽ താന് ബാബിലോണിൽ ഒരു ജലാശയത്തിൽ പതിവിലേറെ കുളിച്ച് ജ്വരം പിടിച്ച് 33 വയസ്സിൽ താന് അന്ന് അറിയപ്പെടുന്ന സകല പരിഷ്കൃത രാജ്യങ്ങളും പിടിച്ചെടുത്ത വ്യക്തിയാണ് മഹാനായ അലക്സാണ്ടർ. ആയുസിന്റെ മധ്യത്തിലെത്താതെ അദ്ദേഹം മരിക്കാൻ തുടങ്ങിയപ്പോൾ പല ഡോക്ടർമാരും, വിദഗ്ധരായ ഡോക്ടർമാർ വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനൊക്കെ നോക്കി. അവരുടെ എല്ലാ പ്രയത്നങ്ങൾ അസ്തമിച്ചു പോയി. അവസാനം പറഞ്ഞു, അതേ, ഞാന് ഈ ലോകത്തിൽ വന്നപ്പോൾ ഒന്നും കൊണ്ടുവരാത്ത ഒരു വ്യക്തിയാണ്. അനേക രാജ്യങ്ങൾ പിടിച്ചടക്കി. നിങ്ങൾ ശവപ്പെട്ടി ഉണ്ടാക്കുമ്പോൾ 2 ദ്വാരം തേക്കണം, ലോകം അറിയണം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അന്നത്തെ രാജ്യങ്ങൾ, പരിഷ്കൃത രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി. എന്നാൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഒഴിഞ്ഞവനായി പോകുന്നു. ലോകം അറിയട്ടെ. ദൈവമക്കളെ, ഇന്ന് രാത്രി കാലം നമ്മൾ നമ്മുടെ അതേ ആരോഗ്യത്തെ പ്രശംസിക്കരുത്. ബലം തരുന്ന ദൈവമാണ്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. 62 സങ്കീർത്തനം 11 വാക്യം വായിച്ചേ. ബലം ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ബലം ദൈവത്തിനുള്ളതാണ്. ബലം ദൈവത്തിനുള്ളതാണ്. നമുക്ക് ലഭിച്ച ബലം ചിലർക്ക് മത്സരം ഇട്ടിട്ടാണ്. എന്റെ മത്സരം കണ്ടോ എന്നൊക്കെ പറയുന്നത്. ചിലരൊക്കെ ഈ ആരാധന കഴിഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഞാൻ നല്ലതൊക്കെ വിട്ടുകൊടുക്കുകയാണെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ? നല്ല ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മുടെ ശ്വാസം കൊണ്ട് പോകത്തില്ല. കാരണം ഇതിന് 3 വർഷം കൊണ്ടാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം പ്രവചന വിഷയങ്ങൾ മാത്രമല്ല, നമ്മൾ അനുകരിക്കേണ്ട അനേക വിഷയങ്ങൾ പരിശുദ്ധാത്മാവിടെ പ്രസ്താവിച്ച വിഷയങ്ങളാണ് ഞാൻ എടുത്തു പറയുന്നത്. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. അതിന് മാറുന്നവൻ തന്റെ ആരോഗ്യം കൊണ്ടും തന്റെ ബലം കൊണ്ടും അതിന് മാതി പാവപ്പെട്ടവന് പരാജയപ്പെടുത്തുന്ന എത്രയോ വ്യക്തികളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി കാലം പാവപ്പെട്ടവന്റെ കണ്ണുനീര്, വിധവയുടെ കണ്ണുനീര് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഒരു സന്ദർഭം വരുമ്പോൾ ദൈവം കരുത്തോടും. നിന്റെ ബലം തീരും, നിന്റെ സംസാരം തീരും, നിന്റെ ആരോഗ്യം തീരും, നിന്റെ ജ്ഞാനം തീരും. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ബലം ദൈവത്തിനുള്ളത് എന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ബലം ദൈവത്തിനുള്ളത് കേട്ടോ. ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു. ഒരിക്കലായി ദൈവം അരുളി ചെയ്തു, സകല ബലവും എനിക്കുള്ളതാണ്. സങ്കീർത്തനക്കാരന് ദൈവം വീണ്ടും പറയുന്നത് 2 പ്രാവശ്യം തന്റെ ജീവിതത്തിൽ അത് പ്രാപിച്ചെടുക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. 46 സങ്കീർത്തനം 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഈ ബലവാനായ ദൈവം കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്ത തുണയാണ്. ദൈവം നമ്മുടെ സങ്കേതവും ദൈവം നമ്മുടെ ബലവുമാകുന്നു. പഴയ നിയമകാലത്ത് ശത്രു രാജാക്കന്മാർ വെല്ലുവിളിച്ചിട്ടില്ലേ? അവരെയൊക്കെ പരാജയപ്പെടുത്തുന്ന ദൈവത്തിന്റെ ബലം കൊണ്ടല്ലേ? ഇന്ന് ഇസ്രായേലും അറബികളും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ എന്താണ് ഇസ്രായേൽ ഇതുവരെ വിജയിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം? ശത്രുക്കൾ വളരെയധികം ഉപദ്രവിപ്പാൻ നോക്കിയെങ്കിലും ഇസ്രായേൽ ജനം ഇന്ന് ഭൂലോകത്തിന്റെ മധ്യത്തിൽ ശോഭിച്ചുകൊണ്ട് ജനത്തിനിടയിൽ വലിയൊരു സംസാര വിഷയമായിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് എടുക്കാറുണ്ട് ക്ലാസിന്റെ അകത്ത്. ഇപ്പൊ നടക്കുന്ന ഗാസയിലെ യുദ്ധങ്ങളല്ല പ്രവചനത്തിൽ കൂടെ ഞാൻ തെളിയിക്കുന്ന
സന്ദർഭം വരുന്നു. അതൊക്കെ ഞാൻ തൃശ്ശൂർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സകല പ്രവചനങ്ങളുമാണ് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആരംഭത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് അതെ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. 68 സങ്കീർത്തനം 35 വാക്യം. ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ബലവും ശക്തിയും കൊടുക്കുന്നു. ദാവീദ് യുദ്ധത്തിന് കടന്നുപോയത് എങ്ങനെയാ? നിന്നാ ഞാൻ പടക്കൂട്ടുകളുടെ നേരെ പാഞ്ഞേക്കും, എന്റെ ദൈവത്താ ഞാൻ മതിൽ ചാടിക്കും. അവനെ കണ്ടു കഴിഞ്ഞാൽ വെറും ഒരു പയ്യൻ. അവൻ സഹോദരന്മാർക്ക് ആഹാരം കൊണ്ടുവന്ന അപ്പോഴാണ് ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നത്. അവൻ ബലവാനാണ്. നമ്മുടെ നോട്ടത്തിൽ അവൻ ബലവാനാണ്. അവന്റെ ശരീരം മുഴുവൻ ഒരു വെടിയുണ്ട പോലും ഏക്കാതെ വണ്ണം മറച്ചു വെച്ചിരിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു പോയിന്റ് പോലും അതേ കാണത്തക്കൊണ്ടോ ഇല്ല. ശത്രുന്റെ ഒരു അമ്പവിടെ ചെന്നാൽ കൊള്ളത്തക്ക നിലയിൽ പടച്ചറ്റൊക്കെ ധരിച്ച് വെല്ലുവിളിക്കുക തന്റെ ബലം. നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കുക, ഞാൻ അവനായിട്ടും യുദ്ധം ചെയ്യാം. ഇസ്രായേൽ ജനമെല്ലാം പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ അഭിഷേകതയിലും വീണ ദാവീദ് പറഞ്ഞ വാചകം എന്താ അറിയാമോ? അവന്റെ അഭിഷേകതയിലും തിളക്കാൻ തുടങ്ങി. ഞാൻ ഇവന്റെ അരിക്കൽ കടന്നു പോകും, ഞാൻ ഈ പലനെ തോപ്പിക്കാം. സംസാരം രാജകൊട്ടാരത്തിലെത്തി, ശൗലിന്റെ അരിക്കലെത്തി. ശൗലിന്റെ അരിക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു. ചേട്ടന്മാരെല്ലാം ശാസിച്ചു, പോടാ നിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു. മൂത്ത ബന്ധക്കോസാറിലെ ഇവനെ ആറ്റി ഓടിക്കുക. ഇവനെ അഭിഷേകം പ്രാപിച്ചു വന്ന. ഞാൻ ആ എബിൻ പാട്ട് പാടുമ്പോൾ എനിക്ക് ഒരു സന്തോഷമുണ്ട്. നല്ല മനോഹരമായ പാട്ട്. അതേ, അവനെ വളർത്താൻ തക്കണം സിലിപ്പാസ്റ്റർ ഇത്രയും ഉത്സാഹിക്കുന്നവർക്ക് എനിക്ക് വളരെ അഭിനന്ദനമുണ്ട്. ഞാൻ അനേകം കുഞ്ഞുങ്ങൾ ഇതുപോലെ വളർത്തിയെടുത്താണ്. ഇന്ന് അനേകർ പാസ്റ്റർമാരാണ്. ആ പൈതലും ഭാവിയിൽ ഒരു പാസ്റ്ററായിട്ട് കടന്നു വരും. അനുഗ്രഹിക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷ ഉള്ള ഒരു പൈതലാണ്. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ അറിയാമോ? ദാവീദ് പടക്കാലത്തിൽ ചെന്നപ്പോൾ ഇവൻ ഈ സംസാരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സഹോദരന്മാർ മൂത്ത ബന്ധക്കോസാർ അവനെ ആട്ടിപ്പാറ്റി പോടാൻ പറ്റില്ല പറഞ്ഞു. ക്ഷാം പോവോ? അഭിഷേകം പ്രാപിച്ച വ്യക്തി പോവോ? ദൈവത്തിന്റെ അഭിഷേകം വേണമെന്നില്ലേ? സംസാരം രാജകൊട്ടാരത്തിൽ എത്തി. രാജാവിനെ ഒരിക്കൽ കൊണ്ട് നിർത്തിയപ്പോൾ ശൗല് വലിയ നീളമുള്ളവനാ, ദാവീദ് കൊച്ചനാ. ഇങ്ങനെ ചോദിച്ചു, അയ്യോ നീ ഈ ഗോലിയാത്തിനെ കൊല്ലാൻ തക്കൊണ്ട് പ്രാപ്തനാണോ? അവനെ കൊടുത്ത മറുപടി എന്തെന്നറിയാമോ? ഒരു അനുഭവ സാക്ഷി. ഇവന് സോറ്റിയോളജിയോ തിയോളജിയോ ഒന്നും പറയാനുള്ള കഴിവൊന്നുമില്ല. പ്രസംഗ ശാസ്ത്രവും പഠിച്ചിട്ടില്ല. അവരുടെ ചില അനുഭവങ്ങൾ പറഞ്ഞു. എന്നറിയാമോ? ഞാൻ എൻ്റെ അപ്പന്റെ ആടുകളെ തീറ്റിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആട്ടും കൂടുന്ന ഒരു ആട്ടുംകുട്ടിയെ ഒരു സിംഹം വന്ന് പിടിച്ചു. ഞാൻ നോക്കിക്കൊണ്ടിരുന്നില്ല. ദൈവം എനിക്ക് തന്ന ശക്തിയാ. ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് ആട്ടുംകുട്ടിയെ വിടുവിക്കും മാത്രമല്ല, എൻ്റെ ആട്ടുംകുട്ടിയെ പിടിച്ച സിംഹത്തെ ഞാൻ അടിച്ചു കൊന്നു. ഒന്നാമത്തെ സാക്ഷി. അതുപോലെ ഒരു കരടി വന്ന് എൻ്റെ ആട്ടുംകുട്ടിയെ പിടിച്ചപ്പോൾ അതുപോലെ തന്നെ ചെയ്തു. അന്ന് എന്നെ ശക്തനാക്കിയ ദൈവം, അന്ന് എന്നെ ശക്തനാക്കിയ ദൈവം ഈ മല്ലനായ ഗോലിയാത്തിനെ എൻ്റെ കയ്യിൽ എൻ്റെ ദൈവം ഏൽപ്പിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവമക്കളെ, നമുക്ക് വലിയ പ്രസംഗ ശാസ്ത്രമൊന്നും അറിയത്തില്ലെങ്കിലും നമുക്കൊരു അനുഭവ സാക്ഷി പഠിക്കണം. എനിക്കതാ പറയാം, അനുഭവ സാക്ഷി കേട്ടോ. മുമ്പൊരിക്കല് ഒരു വീട്ടില് ഈ ഒരു ഭാര്യയും ഭർത്താവും കൂടെ വീടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കള്ളൻ മകള്ളന് ആ വീടിന്റെ വാതിൽക്കൂടെ ഇങ്ങനെ പോവുക. അപ്പൊ ഈ ഭർത്താവ് ഭയങ്കര ബുദ്ധിമാനാ. ഭർത്താവ് പറഞ്ഞു, ലില്ലിക്കുട്ടി എന്തോ ഇന്ന് നമ്മുടെ വീട്ടിൽ കള്ളം കയറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇതേ കേക്കല ഈ പറയുന്നത്. അതുകൊണ്ട് വിലപ്പെട്ട പാത്രം എല്ലായിടത്തൊക്കെ തട്ടുമ്പത്തിട്ടേക്കാൻ തോന്നും. വിലപ്പെട്ട പാത്രം ഇത് കള്ളം കിട്ടും. അപ്പം വിലപ്പിടിപ്പുള്ള പാത്രങ്ങളും എല്ലാം നിക്ഷേപങ്ങളെല്ലാം തട്ടുമ്പത്ത് രാത്രി 1:15 പുള്ളി പെരയുടെ മുകളിൽ കയറി റോഡ് രണ്ടെണ്ണം ഇളക്കിയിട്ട് കയ്യെ പിടിച്ച് താന് അകത്തോട് താഴോട്ട് ചാടാൻ തുടങ്ങുക. ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. കാലങ്ങോട്ട് എത്തിയിട്ട് തട്ടുമ്പറ അങ്ങോട്ട് കാലെത്തുന്നില്ല. തട്ടുമ്പറത്ത് കാലെത്തുന്നില്ല. പുള്ളി ഇട്ടിങ്ങിട്ട് അനക്കി നോക്കി. അപ്പൊ പുള്ളിക്ക് നല്ല ഉറപ്പുണ്ട്, തട്ടുമ്പറുണ്ടെന്നുള്ള നല്ല ഉറപ്പാണ്. കയ്യിലുണ്ടോ പുള്ളി തട്ടുമ്പറില്ലായിരുന്നു. പുള്ളി നേരെ വന്ന് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കിടക്കുന്ന ഇടയിലോട്ട് വന്നു വീണു. നാനൂനും കൈ കൊടുത്തിരിക്കുക. വീട്ടുകാര് പെട്ടെന്ന് വിളക്കത്തി നോക്കിയപ്പോ പകലത്തെ കള്ളൻ. അപ്പൊ ഇവൻ റൗഡിയാണ്. അപ്പം വീണ്ടുപോയി. അപ്പൊ എനിക്ക് ഇവൻ തുമ്പത്ത് കയറി കൈ വിട്ടതൊന്നും അല്ല വിഷയം. ഈ കള്ളൻ ഇവരോടൊരു കാര്യം ചോദിച്ചു, എടാ വിളക്കിട്ട് പാത്രം ഇല്ലെങ്കിൽ പോടാ, നമുക്കൊരു തട്ടുമ്പറ ഉണ്ടാക്കാൻ വരെ. ഇതെനിക്കൊരു വലിയൊരു പോയിന്റായിട്ട് തോന്നി.
വിലയേറിയ പാത്രങ്ങൾ ഇല്ലെങ്കിൽ പോട്ടെ, നമുക്ക് തട്ടുപുറ ഉണ്ടാക്കാൻ പോലെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ സോറ്റീരിയോളജി, എസ്പെറ്റോളജിയും ഈ വേദശാസ്ത്രമൊന്നും അറിയത്തില്ലെങ്കിലും ഒരു തട്ടുംപുറം നമുക്കുണ്ടായിരിക്കും, ഒരു അനുഭവസാക്ഷി നമുക്കുണ്ടായിരിക്കണം. ആ കുറുനെ വെച്ചു, നിനക്ക് എങ്ങനെ സൗഖ്യം ലഭിച്ചത്? സൗഖ്യം ലഭിച്ചെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അത് കർത്താവ് സൗഖ്യം എന്നത്. അത് അവൻ പാപിയാണ്. കുറുനെ പറഞ്ഞ വാചകം, അവൻ പാപിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, ഞാൻ കുറുനായിരുന്നു, എനിക്ക് സൗഖ്യം കിട്ടി, അത് കർത്താവുന്ന. ഈ ഒരു സാക്ഷ്യം പറയാൻ നമുക്കുണ്ടോ? ബലം ദൈവത്തിനുള്ളത്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദാവീദ് എങ്ങനെ യുദ്ധത്തിന് പോയത്? ദാവീദ് 5 കല്ലും എടുത്തോണ്ടാവും. നമ്മളൊരു ഈ 5 കല്ലും എടുത്ത് ഗോലിയാത്തിട്ട് വലിച്ചെറിഞ്ഞാൽ, ഇന്ന് ദാവീദ് ചെയ്തില്ല. ഈ 5 കല്ല് പൊക്കണത്തിട്ട് ഈ 5 കല്ലുകളുണ്ടല്ലോ നമ്മൾ കൂട്ടായ്മ കാണിക്കുക. ഞാൻ ബലം ദൈവത്തുള്ളത് പറയാൻ പറ്റിയാണ്. ഈ 5 കല്ലുകൾ ദൈവജനത്തിന്റെ കൂട്ടായ്മ കാണിക്കുക. അത് ആ 5 കല്ലുകൾ ദാവീദിന്റെ പൊക്കണത്തിൽ കിടക്കണം. ഇതിലേത് കല്ലെടുത്ത് ഉപയോഗിക്കുന്ന അറിയാൻ പറ്റും. അപ്പൊ ഈ കല്ലുകളെല്ലാം പ്രാർത്ഥിക്കണം, കർത്താവേ ഗോലിയാത്തിന് നമ്മുടെ കല്ലുകളുടെ എല്ലാം, നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഇരിക്കുന്നവരുടെ എല്ലാവരുടെ ഉദ്ദേശം ഗോലിയാത്തിന് തല തകരുകയെന്നായിരിക്കണം, സാത്താൻ തല തകരണം, അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കല്ല് ഏതെടുത്ത് ഉപയോഗിക്കട്ടെ. അപ്പൊ നമ്മുടെ ഈ കല്ലുകളൊക്കെ പ്രാർത്ഥിക്കുക, എന്നെ എടുത്ത് ഉപയോഗിക്കണമേ, എന്നെ എടുത്ത് ഉപയോഗിക്കണമേ, എന്നെ എടുത്ത് ഉപയോഗിക്കണം. അങ്ങനെപ്പോഴാണ് ദാവീദിന്റെ കൈ ഈ പൊക്കറ്റിലൂടെ ഇറങ്ങി ചെന്നിട്ട് ഒരു കല്ലെടുത്ത് കവള വെച്ചു. അതാണ് ഉപയോഗത്തിന് പോകുന്നത്. അപ്പൊ മറ്റേ 4 കല്ലുകൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവര് പ്രാർത്ഥിക്കണം, കർത്താവേ ഇവന്റെ ഉന്നം പെരുക്കാതെ അവന്റെ ഹൃദയത്തെ കൊള്ളാതെയാകണമേ എന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ കല്ലുകളാണ് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ അവന്റെ ഉന്നം പിഴച്ചു പോയിട്ട് ആ ശുശ്രൂഷ എന്നെ കൊണ്ട് ചെയ്യിക്കണമേ. ഇങ്ങനെ ആയിരിക്കും പ്രാർത്ഥന. അവന്റെ ഉന്നം പിടിച്ചു പോണേ, എന്നിട്ട് എന്നെ എടുത്ത് ഉപയോഗിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കരുത് ദൈവമക്കളെ. ദൈവം ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും വിഷയം സാത്താൻ തന്ത്രങ്ങൾ പരാജയപ്പെടുക എന്നുള്ളതായിരിക്കും. ദാവീദ് ഒരു കല്ലെടുത്ത് അതിൻ്റെ വെച്ച് അവൻ പോവുകയാണ്. അപ്പം ഗോലിയാത്ത് ഒരുപാട് നിന്ദിച്ചു. കാരണം കല്ലും കൊണ്ടിരുന്നൊരു സ്റ്റാറ്റസ് നിൽക്കുകയാണ്, പട്ടി എറിയുന്ന കല്ലും കൊണ്ടാണ് ചെല്ലുന്നത്. അവൻ ശാസിച്ചു, അതേ നീ ആരുടാ, നിനക്ക് എന്തോ അറിയാടാ, നിന്നെ ഞാൻ തകർക്കും, ദേവന്മാരുടെ പേരെല്ലാം പറഞ്ഞ് ശപിച്ചു. എന്നാൽ ദാവീദ് എന്തെന്നറിയാമോ? ഈ സമയത്ത് മിണ്ടായിരുന്നു. നമ്മളാണ് നേരത്തെ കയറി ഇടപെട്ടാൻ. ഇത്രയും ശാപം ഈ കൊച്ചു പയ്യനോട്. എന്നാൽ ദാവീദ് പറഞ്ഞ വാചകം അറിയാമോ? അവന്റെ സംസാരം എല്ലാം നിർത്തി, അവന്റെ വാ കുഴഞ്ഞു പോയി. അതുവരെ മിണ്ടായിരുന്നു. അതുകൊണ്ടാണ് മിണ്ടായിരുന്നു, ഞാൻ ദൈവത്തെ അറിഞ്ഞോളാൻ പറഞ്ഞു. ദാവീദ് പറഞ്ഞു, വാ തുറന്നു, നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഞാൻ നിന്റെ നേരെ വരുന്നല്ല, നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഇന്ന് ദൈവം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കൊന്നില്ല, ഏൽപ്പിക്കും. ഇന്ന് നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും പറവകൾക്കും ഞാൻ കൊടുക്കും. കൊടുത്തേക്കൊന്നല്ല, കൊടുക്കും. വിശ്വാസത്തിന്റെ വാക്കുകൾ. ബലം ദൈവത്തിനുള്ളതാണ്. ഒറ്റയേററിഞ്ഞു. എല്ലാ ഭാഗവും ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നെങ്കിലും പൊതിയാതിരുന്ന നെറുകയുണ്ടല്ലോ, അവിടെ ചെന്ന് കൊണ്ടു അവൻ വീണു. സാധാരണ മലന്നാ വേണ്ടത്, ഇപ്പൊ കവണ് വീണു. ദൈവത്തിന്റെ പ്രവർത്തനം കണ്ടോ? ഇന്ന് രാത്രിക്കാലം എനിക്ക് ഓർപ്പിക്കാണത്, ബലം ദൈവത്തിനുള്ളതാണ്. 84 സംഖ്യ 5-ാമത്തെ വാക്യം വെച്ച്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോണിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് ഈ പ്ലാറ്റ്ഫോം ഇരിക്കുന്ന എല്ലാവർക്കും ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ ബലം ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ് പറയാൻ പറ്റുമോ? അല്ലാതെ ഞാൻ ഹോർലിക്സ് കുടിച്ചോണ്ടാണ് ഈ ബലം ഉണ്ടായത്, ബോൺവിറ്റ കഴിച്ചോണ്ടാണ് ഈ ബലം ഉണ്ടായത്. എന്റെ ദൈവം തന്ന ബലമാണ്. ദൈവത്തിന് സ്തോത്രം. കഴിക്കാൻ ആഹാരമില്ലാതെ വിഷമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അവർ നല്ല ബലത്തോടെ നിൽക്കുന്നു. കാരണം 40 രാവും 40 പകലും മോശ സീനായി പർവ്വതത്തിൽ ഉപവാസത്തിൽ ഒന്നും കഴിക്കാതാണ് ഇറങ്ങി വന്ന ആ പലയൊക്കെ എടുത്തോണ്ട് വരുന്നെങ്കിൽ ആ 40 ദൈവത്തിനുള്ള ബലം പ്രാപിച്ചത് കൊണ്ടാണ്. അതേ അവിടെ വന്ന പലക തല്ലിപ്പൊട്ടിച്ചത് അവൻ 40 ദിവസം ഒന്ന് വെള്ളമൊന്നും കുടിക്കാതിരിക്കുന്നതാണ്. അവൻ തല്ലിപ്പൊട്ടിച്ചത് അവന്റെ ദൈവം കൊടുത്ത ബലം കൊണ്ടാണ്. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടത്, ബലം ദൈവത്തിനുള്ളതാണ്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമേ നീ തന്ന ബലത്തിനായി സ്തോത്രം. നീ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ഇരിക്കാൻ തക്കൊണ്ട് ദൈവം നമുക്ക് കൃപ തന്നില്ലേ? ദൈവമേ നീ എനിക്ക് ഇവിടെ ഇരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. എത്ര പേര് കണ്ണും തുറക്കാൻ വയ്യാതെ ഇങ്ങനെ കിടക്കുമ്പോ, കർത്താവേ നീ എനിക്ക് തന്ന കാത്, എനിക്ക് തന്ന കണ്ണ്, എനിക്ക് തന്ന വായ്, എനിക്ക് തന്ന ശാരീരികമായ സൗഖ്യം, സകല ബലവും ദൈവത്തിൽ.
നോക്കണമേ, ഇവിടെ വായിക്കുന്ന വേദഭാഗം എന്താണെന്നറിയാമോ? നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവൻ എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ആമേൻ എന്നുള്ള നമ്മുടെ കർത്താവിന്റെ ഒരു പേരൂടെയാണ്. വെളിപ്പാട് പുസ്തകം വായിക്കുന്നുണ്ട്, ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നമ്മുടെ കർത്താവ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദമായിരുന്നു ആമേൻ. ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്ര പ്രാവശ്യം നമുക്കത് കാണുവാൻ കൊണ്ട് കഴിയുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. സകലത്തും നമുക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ ഒന്നുള്ളവൻ അരുളി ചെയ്യരുത്. ഇനി അടുത്ത വാക്യമാണ് ഇനി നമ്മുടെ വിഷയം. ഏഴാമത്തെ വാക്യം വായിച്ചേ. ഏഴാമത്തെ എന്റെ ബലവും എന്റെ കോട്ടയും. അല്ലേ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1:7. ഇതാ അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഇനി നമുക്ക് അരമണിക്കൂർ അവിടെ നിന്നുകൊണ്ട് ഈ പ്രവചന വിഷയം ചിന്തിക്കും. ഇവിടെ വെളിപ്പാട് പുസ്തകം ഈ കാര്യങ്ങളെല്ലാം ദൈവം പറഞ്ഞിട്ട് പറയാണ് ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഇതൊരു പ്രവചന വിഷയമാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് പരസ്യപരമാണ്. യേശുക്രിസ്തുവിന്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്. മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ വരവിന് 2 ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന വരവെന്ന് പറയുന്നത് രഹസ്യവരവാണ്. ഈ വരവ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നടക്കേണ്ട വരവാണ് ഇവിടെ 7-ാമത്തെ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്താണ് ഇത്ര പെട്ടെന്ന് കയറി ഈ പരസ്യവരവിനെ കുറിച്ച് കർത്താവ് പറയാൻ പറ്റുന്ന കാരണം ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളോടുള്ള ബന്ധത്തിലാണ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാക്യം വളരെ പ്രശംസനീയമായ വാക്യങ്ങളാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ്. ആ ഭാഗം നമ്മൾ എടുക്കുമ്പോൾ രഹസ്യവരവിനെ കുറിച്ചൊരു നീണ്ട പഠനമുണ്ട്. ആ ഭാഗം എടുക്കുമ്പോൾ ഇന്ന് ഭൂലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ പറ്റിയുള്ള ഒരു പഠനമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് കയറി ഈ 7-ാം വാക്യത്തിൽ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവര് വാസ്തവത്തിൽ റോമൻ പടയാളികളാണ്. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് യഹൂദന്മാരാണ്, ഇസ്രായേലാണ്. അന്ന് റോമൻ ഗവൺമെന്റ് ഭരണത്തിരിക്കുന്ന സമയത്താണ് യേശുക്രിസ്തുവിന്റെ മേൽ കുറ്റം ചുമത്തി അവരുടെ കയ്യിൽ യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. കാരണം നമ്മൾ പണം കൊടുത്ത് വാടക കൊലയാളികളെ കൊണ്ട് കൊല്ലിക്കുന്നില്ലേ, അവൻ കൊല്ലുന്നതിനേക്കാൾ ആര് കൊല്ലിച്ചോ അവരുടെ മേലാണ് കൂടുതൽ കുറ്റം എന്ന് പറഞ്ഞ പോലെ നിഷ്കളങ്കനായി ലോകത്തിൽ പാപികളെ രക്ഷിപ്പാൻ തക്കൊണ്ട് കടന്നു വന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അതേ അവർ ക്രൂശിപ്പാൻ തക്കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഒരു അരമണിക്കൂറുള്ള വിവരണം ഞാൻ അതിൽ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. യേശുക്രിസ്തുവിന്റെ രഹസ്യവരം ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രഹസ്യവരവിന് വേണ്ടിയാണ്. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യം വായിച്ചേ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് 7 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി പിന്നീട് വിശദമായി ചിന്തിക്കാം. അത് യേശുക്രിസ്തുവിന്റെ വരവാണ്. 7 കൂട്ടം സംഭവം. സ്വർഗത്തിൽ 3 കൂട്ടം സംഭവം നടക്കുന്നു, ഭൂമിയിൽ 3 കൂട്ടം സംഭവം നടക്കുന്നു.
അതിന്റെ ഇടയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരുന്നു, ആകാശമേഖല വാഹനമാക്കി വരുന്നു. സ്വർഗത്തിൽ നടക്കുന്ന 3 സംഭവം: കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന 3 ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഭൂമിയിൽ നടക്കുന്ന 3 കൂട്ട സംഭവം: ക്രിസ്തു മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുന്നു, 2 ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടുന്നു, 3 ഒരുമിച്ച് മേഖലയിലേക്ക് എടുക്കപ്പെടുന്നു. ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവം, അവൻ സ്വർഗത്തിൽ നിന്ന് ആകാശ മേഖലയെ വാഹനമാക്കി വരുന്നു. കർത്താവായ യേശു ക്രിസ്തു ആകാശ മേഘം വരെ ആകാശ മേഖലയെ വാഹനമാക്കി തന്റെ വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളുവാൻ വരുന്ന ആ വരവ് മേഘം വരെ ഇറങ്ങി വരുത്തും. അന്ന് ഏത് കണ്ണും കുത്തിത്തുളച്ചാലും അവനെ കാണുന്നില്ല. തന്റെ സഭയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദമാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അപ്പോൾ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന വിഷയമാണ്. യോഹന്നാൻ ആത്മാവിലായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗത്തിൽ 24 സിംഹാസനം, അതിന് നടുക്ക് ഒരു സിംഹാസനം, അതിന്മേൽ യേശു ഇരിക്കുന്നു. ആ കസേരയിൽ ഇരിക്കുന്ന യേശു സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ ഞാൻ വായിക്കും: പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തും നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവാണ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുതേ. യേശു പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കലങ്ങിയിരിക്കുകയാണ്. നിങ്ങളെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ ഉള്ള ഭാഗങ്ങളുണ്ടല്ലോ, അത് യേശു ക്രിസ്തു മർക്കോസിന്റെ മാളികയിൽ തന്റെ ശിഷ്യഗണത്തോട് പറയുന്ന ഒരു വാചകമാണ്. 13 മുതൽ 16 വരെ ഉള്ള അധ്യായങ്ങൾ പറഞ്ഞിട്ട് 17-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി. 18-ാം അധ്യായം മുതൽ യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതന്മാരൊക്കെ പിടിക്കാൻ വരുന്ന രേഖ സംഗതിയാണ് കാണുവാൻ കഴിയുന്നത്. 17-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന മർക്കോസിന്റെ മാളിയിൽ വെച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ പറയാൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. എന്നെ വിശ്വസിക്കേ, എന്റെ പിതാവിനെ വിശ്വസിക്കേ. എന്റെ പിതാവിന്റെ പുറത്ത് അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഇത് യേശു ക്രിസ്തുവിന്റെ രഹസ്യപരമാണ്. ഞാൻ വരും, എന്റെ അടുക്കൽ നിങ്ങളെ ചേർത്തുകൊള്ളും, എന്റെ കൂടെ നിങ്ങളെ ഇരുത്തും. എത്ര വലിയ സന്തോഷമാണ്. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മൾ നാണിച്ചു നോക്കിയ നമുക്ക് ലഭിച്ച ആ പൗരത്വം ഇന്ന് അനേകർക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കാതിരിക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന പൗരത്വത്തിനായി സ്തോത്രം ചെയ്യാം. റോമൻ ഗവർണറിന്റെ പൗരത്വത്തിന് വലിയ വിലപ്പിടിപ്പുണ്ടായിരുന്നു. അതേ പൗലോസ് പറഞ്ഞു, റോമാ പൗരനും വിസ്താരം കഴിയാത്തതുമായി എന്നെ അടിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞെട്ടിപ്പോയി. റോമാ പൗരത്തിന് ഇത്രമാത്രം വിലയുണ്ടെങ്കിൽ അത് എത്ര വലിയതാണ്. തന്നെ അടിക്കാൻ വന്നവരും തന്നെ അടിക്കാതെ മാറിയെന്നു ചമ്മട്ടിയെല്ലാം താഴെ ഇട്ടു. സഹസ്രാധിപൻ ഇറങ്ങി വന്ന് ചോദിച്ചു, നീ റോമാ പൗരത്വമുള്ളവനാണോ? ആണ്. അയ്യോ, ഞാൻ അനേകം മുതൽ കൊടുത്താണ് റോമാ പൗരത്വം വാങ്ങിച്ചത്. പൗലോസ് പറഞ്ഞു, ഞാൻ റോമ പൗരനായി ജനിച്ചവനാണ്. റോമ പൗരത്വം ഇത്രമാത്രം വിലയുണ്ടെങ്കിൽ സ്വർഗീയ പൗരത്വത്തിന് എന്തുമാത്രം വലുതാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അവിടെ നിന്ന് കർത്താവായി യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവ് 1 കൊരിന്ത്യർ 15-ന്റെ അതേ 52-ാമത്തെ വാക്യം വായിച്ചേ. നാം എല്ലാവരും നിദ്രയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കുകയും മരിച്ചവർ അക്ഷമരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. കാഹളം ധ്വനിക്കും, മനുഷ്യർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. എൻ്റെ വൈഫ് 2 വർഷം മുമ്പ് കർത്താവ് സംവിധാനത്തിൽ ചേർക്കപ്പെട്ടു. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഇപ്പോൾ കർത്താവ് വരികയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് ക്രിസ്തു മരിച്ചവർ ഉയർത്തുന്നേക്കും, നാം രൂപാന്തരപ്പെടും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യപരമാണ്. അത് വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിൽ നടക്കേണ്ടതാണ്. എന്നാൽ ഈ 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, മേഘം ധരിച്ചുകൊണ്ട് വരുന്നു. യൂദായുടെ ലേഖനം 15-ാം വാക്യത്തിൽ
ഈ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വായിച്ചേ, യൂദാ 14-15. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ ഭക്തിയോട് ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തി കെട്ട പാപികൾ നിന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. 1000 വിശുദ്ധന്മാരുടെ വന്നിരിക്കുന്നെന്ന് ആരാ പ്രവചിച്ചെന്നറിയാമോ? അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്. പഴയ നിമിത്ത ഹാനോക്കിന്റെ പ്രവചനം നമുക്ക് കാണാൻ തക്കൊണ്ട് കഴിയുന്നില്ല. അവൻ ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തോടതിനാൽ കാണാതായി. എന്നാൽ അവൻ ഒരു പ്രവാചകനായിരുന്നു. അതേ 65-ാമത്തെ വയസ്സിൽ കർത്താവിനെ കണ്ടുമുട്ടതാണ്. അതിനുശേഷം 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നവനാണ്. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അല്ലേ? ആ കാലത്ത് അവൻ പ്രവചിച്ച ഒരു പ്രവചനമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യവരവ്. ഇതാ അവൻ 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു. നമ്മുടെ കർത്താവ് വരാൻ പോകുന്നത് 1000 വിശുദ്ധന്മാരോടാണ്. പരസ്യവരവിനെ കുറിച്ച് പറയുകയാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. ആവർത്തന പുസ്തകം 33-26 വായിച്ചേ. ആവർത്തനം 33-26. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. യേശുവിന്റെ ദൈവത്തെ പോലെ വലിയവൻ ആരുമില്ല. യേശുവിന്റെ ദൈവം, യേശു എന്ന് പറഞ്ഞാല് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് യേശുവിന്റെ ദൈവം. യേശുവിന്റെ ദൈവത്തെ പോലെ, ഇസ്രായേലിന്റെ ദൈവത്തെ പോലെ വലിയവൻ ആരുമില്ല. എന്നിട്ട് അവൻ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. മേഘാരൂഢനായി വരുന്നു. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാ ഞാൻ മേഘാരൂഢനായി, മേഘത്തെ ധരിച്ചുകൊണ്ട് വരുന്നു. അത് എപ്പോഴാ വരുന്നത് ഇപ്പൊ ഞാൻ പറയാൻ പോവാ. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. യേശുവിന്റെ ദൈവത്തെ പോലെ വലിയവൻ ആരുമില്ല. ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി വരുന്ന ഒരു വരവുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് ആ അനുഗ്രഹ വാചകങ്ങളിൽ പറയുകയാണ്, യേശുവിന്റെ ദൈവത്തെ പോലെ വലിയവൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന്റെ ദൈവത്തെ പോലെ വലിയവൻ ആരുമില്ല. മത്തായി സുവിശേഷം 24-30 വായിച്ച്. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ടും മനുഷ്യപുത്രൻ ആകാശത്തിന്റെ മേഘങ്ങളുമേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നതും കാണും. കർത്താവും പറഞ്ഞു കേട്ടോ, അന്ന് ഭൂമിയിൽ സകല ഗോത്രങ്ങളും നിലവിളിക്കും. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവിൽ അല്ല, യേശു ക്രിസ്തുവിന്റെ പരസ്യവരവിലാണ്. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി പറയാം. ഇന്ന് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അതിന്റെ എല്ലാ ലക്ഷണങ്ങളും വന്ന് കഴിഞ്ഞിരിക്കറിയാം. കർത്താവ് വരാൻ ഈ പരസ്യവരവ് നടക്കണമെങ്കിൽ അതിനുമുമ്പ് യേശു ക്രിസ്തു രഹസ്യവരവ് നടക്കണം. ഇന്ന് ഇസ്രായേലിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഇസ്രായേലിനെ കുറിച്ചൊരു പ്രസംഗം, അതേ ഇന്നത്തെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം ആസ്പദമാക്കി ഗാസ പ്രദേശം നിർജ്ജനമായി പോകുന്നു, ലബാനോൻ പിടിച്ചെടുക്കുമെന്നും സിറിയ പിടിച്ചെടുക്കുമെന്നും ഇസ്രായേലിന്റെ അതിർത്തി കൂട്ടുമെന്നും ഉള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പ്രസംഗിച്ച് നമ്മൾ താമസിയാതെ ക്ലാസ് എടുക്കാൻ തക്കൊണ്ട് പോവുകയാണ്. നമ്മൾ ആ പ്രവചന വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ തുള്ളിച്ചാടും ദൈവമക്കളെ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എത്ര അച്ചട്ടായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കടന്നു വരും. അതെപ്പോഴാന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. മത്തായി സുവിശേഷം 25-31 വായിച്ച്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഓ സ്തോത്രം. മനുഷ്യപുത്രൻ തന്റെ സകല വിശുദ്ധന്മാരുമായി അവൻ തേജസ്സിന്റെ സിംഹാസനം ഇരിക്കും. 3 സിംഹാസനങ്ങളുണ്ട്. ഒന്ന് ന്യായാസനം. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:10 അവനാൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തു ന്യായാസനം മുമ്പാകെ വെളിപ്പെട്ടതായി. നമ്മളെല്ലാവരും ഒരു ദിവസം പ്രതിഫലം വാങ്ങിക്കാൻ ന്യായാസനത്തിന് മുമ്പിൽ സ്വർഗത്തിൽ നിൽക്കും. 2ാമത്തെ സിംഹാസനമാണ് തേജസ്സിന്റെ സിംഹാസനം. ഇത് യേശു ക്രിസ്തുവിന്റെ പരസ്യവരവാണ്. അന്ന് അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അന്ന്
സകല ജാതികളും അവന്റെ മുമ്പിൽ കൂടി വരും. അതിപ്പോ ഇപ്പൊ ഇരിക്കാൻ പോയാൽ നമുക്ക് ഈ വിഷയം തീർക്കാൻ ഒക്കത്തില്ല. അന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ ഉദ്ദേശമൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അതേക്കുറിച്ച് റോമാലേഖനം 11-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. വായിച്ചേ. ആകയാൽ ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്നും അഭക്തിയെ മാറ്റും. യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. അവർക്ക് അഭക്തി ഉണ്ട്, ഇത് മാറ്റും. വിടുവിക്കുന്ന സിയോനിൽ വരും. റോമാലേഖനം 11-ാം അധ്യായം 15-ാം വാക്യം, 25-ാം വാക്യം, 26-ാം വാക്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. 15-ാം വാക്യം, അവരുടെ ഭ്രംശം ലോകത്തിന് നെരുപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചോട് ഉയർത്തുന്നല്ലാതെ എന്താകും? 26-ാമത്തെ വാക്യത്തിൽ, ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഞാൻ അവസാനം ഒരു 10 മിനിറ്റ് അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇനി ഇത് എപ്പോഴാണ് നടക്കുന്നത്? ഈ പരസ്യം എപ്പോഴാണ് നടക്കുന്നത്? വെളിപ്പാട് ദിവസം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവനും വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിലാണ് ദൈവമക്കളിന്റെ അടുക്കനുസരിച്ച് വിഷയം നമ്മൾ മനസ്സിലാക്കണം. പലരും വെളിപ്പാട് പുസ്തകം തെറ്റായി പഠിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മുടെ പിതാക്കന്മാർ അവർക്ക് വെളിപ്പെട്ട, അവർ വ്യാഖ്യാനിച്ച അതേ നിലയിലാണ്, അതാണ് സത്യമായ വ്യാഖ്യാനം. അതേ നിലയിലാണ് ഞാൻ വ്യാഖ്യാനിച്ചു പോകുന്നത്. പിന്നെ പിതാക്കന്മാരിട്ട പണ്ടത്തെ അതിരുതി മാറ്റരുത്, അതിലൊരതിരും മാറ്റാതെ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല വിഷയങ്ങളെയും ആസ്പദമാക്കി എടുത്ത് തെളിയിക്കുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ നടത്തുന്ന ഈ ക്ലാസ്. നിങ്ങൾ ആദ്യമോടെ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ് ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം പരസ്പരം നടക്കുന്നത്. ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. വെളിപ്പാട് 19-11 ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി മേഘാരൂഢനായി വരുന്ന സന്ദർഭമാണ്. അതേ, അവൻ ആകാശത്തൂടെ മേഘാരൂഢനായി വരുന്ന സന്ദർഭമാണ്. രഹസ്യവരങ്ങൾ ആകാശമേഖലെ വാഹനമാക്കി വരും. മേഘം വരെ വരത്തുള്ളൂ. ഇവിടെ കൈ വരിക, നമ്മൾ എടുക്കപ്പെടും. മണവാട്ടിയെ കൊണ്ട് ആ ആകാശമേഖല വന്ന് നമ്മളെ സ്വീകരിച്ച് പിതാവിന്റെ സന്താനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. വെളിപ്പാട് ദിവസം 19-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് യേശു ക്രിസ്തുവിന്റെ പരസ്യവരവ്. ഇതവൻ മേഘാരൂഢനായി വരുന്നു. കയ്യപ്പാവരുടെ പറഞ്ഞില്ലേ, ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് കാത്തിരിക്കും. ഇനി ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. അതിവിടെ വെച്ചാ കാണുന്നത്, നിങ്ങൾ കാണും. ഏത് കാണുന്നു അവനെ കുത്തി തുറച്ചവരും കാണും. യേശു ക്രിസ്തുവിന്റെ ഈ പരസ്യവരവുകൾ ആരൊക്കെ വരുന്നറിയാമോ? നമ്മളും കൂടെ വരുന്നു. വെളിപ്പാട് ദിവസം 4-ാം അധ്യായം നമ്മളും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയല്ലേ. പരസ്യമായി വരുമ്പോൾ നമ്മളെ കൂടെ കൂട്ടിയ ഈ ലോകത്തിലേക്ക് വരുന്നത്. യേശു ക്രിസ്തുവിനോട് കൂടെ വന്നിട്ട് ഈ ലോകത്തിൽ വരുന്നതിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഈ ലോകത്തിൽ വരുന്നതിന് ഉദ്ദേശമുണ്ട്. ഈ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അവൻ വീണ്ടും വരും, അവൻ വീണ്ടും വരും. ഇതിനകത്ത് യേശു ക്രിസ്തുവിന്റെ പരസ്യപരമാണ് അത് പ്രധാനമായി ഒതുങ്ങി നിൽക്കുന്നത്. രഹസ്യപരവുമുണ്ട്, പരസ്യപരവുമുണ്ട്. അവൻ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഒലിവുമലയിലേക്കാണ് എല്ലാ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ നിന്നാണ് കർത്താവായ യേശുവിന്റെ കാൽ പറഞ്ഞ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. എല്ലാ പുരുഷന്മാരെല്ലാം പോയ വഴി ഇങ്ങനെ നോക്കി ദുഃഖിതരായി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സ്വർഗത്തിൽ ചെന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു ഇരുന്നു. 2 ദൂതന്മാരെ കൊണ്ട് അയച്ചു. നിങ്ങൾ ചെന്ന് എന്റെ കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കുന്ന അവരെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. അവർ ഒലിവുമലയിലേക്ക് കടന്നു വന്നു. ചോദിക്കുന്ന ചോദ്യമാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്
നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞാൽ അവൻ ഒലിവുമലയുടെ മുകളിൽ സ്വർഗത്തിലേക്ക് പോയി ഒലിവുമലയിലേക്ക് തന്നെ വരും. ശെഖര്യാ പ്രവചനം 14 അധ്യായം 4 വാക്യത്തിൽ ഞാൻ മുൻപോട്ട് കയറി പറയുവാണ്, അന്നാളിൽ യേശു ക്രിസ്തുവിന്റെ പാദം, ശെഖര്യാ 14:4, അന്നാളിൽ യേശു ക്രിസ്തുവിന്റെ പാദം യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. വളരെ നന്ദി. മറ്റൊന്ന് നേരത്തെ വായിച്ചല്ലോ, യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിനായി കണ്ടതുപോലെ തന്നെ വീണ്ടും വരും. അവൻ ഒലിവുമലയുടെ മുകളിൽ സ്വർഗത്തിലേക്ക് പോയെങ്കിൽ ഒലിമലയിലേക്ക് തന്നെ വരും. അന്നാളിൽ യേശു ക്രിസ്തുവിന്റെ പാദം യെരുശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ ചവിട്ടും. ഒലിമല രണ്ടായിപ്പെടുക. ഇന്ന് ഒലിമലയിനകത്ത് ഒരു മൂളം നടക്കുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ എന്റെ ചെറുപ്പത്തിൽ ഒലിമലയെ സർവേ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കടന്നുപോയി. അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ കടന്നുപോയി. അവർക്ക് അത് ഗവേഷണം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കെട്ടിടം പണിയാൻ തക്കണം ഒക്കത്തില്ല. കാരണം അതിന്റെ അകത്തൊരു മൂളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ റിപ്പോർട്ട് ഭൂകമ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് സർവേ ചെയ്ത ആൾക്കാർക്ക് അറിയത്തില്ല അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. റിപ്പോർട്ട് കേട്ട ഗവൺമെന്റ് അധികാരികൾക്ക് അറിയാൻ മേലെ എന്താ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ പാവപ്പെട്ട ശെഖര്യാവിന് 700 വർഷം മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി. അന്നാളിൽ യേശുവിന്റെ പാദം ഒലിമലയിൽ ചവിട്ടും. അവിടെ ഭൂകമ്പം ഉണ്ടാകും. ഒലിമല രണ്ടായി പിളരും. ഇന്നത്തെ മൂളൽ വിളിച്ചറിയിക്കുന്നത് യേശുവിന്റെ പാദം ചവിട്ടാൻ സമയമായിരിക്കുന്നു. അവിടെ ഒരു താഴ്വര ഉളവായി വരും. അതാണ് വെളിപ്പാട് പുസ്തകം 19 അധ്യായം 11 വാക്യത്തിൽ അവൻ വെള്ള കുതിരപ്പുറത്ത് പ്രത്യക്ഷനാപ്പെട്ട് ഒലിമലയിലാണ് തന്നെ പാദം ചവിട്ടാൻ പോകുന്നത്. അന്ന് ഒലിമലയിൽ അതേ അന്നുള്ള സകല യഹൂദന്മാരും വന്നു കൂടും. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം നമ്മൾ വിട്ടുപോയി. ദാനിയേൽ പ്രവചനം 7:13 ഒരു വാക്യമുണ്ട്, വായിച്ചേ. ദാനിയേൽ 7:13 രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. നമുക്ക് ആ ഭാഗമൊക്കെ പഠിക്കാൻ പോവുകയാണ്. അതൊക്കെ ഞാൻ വിശദമായിട്ട് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും കൂടി ചേർത്ത് പഠിപ്പിക്കേണ്ട 2 പുസ്തകമാണ്. അവൻ മേഘാരൂഢനായി വരുന്നു. ദാനിയേൽ വാക്കാഴ്ച കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുറച്ചൊരു കാണും. ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു താഴ്വര ഉളവായി വരുമ്പോൾ സകല യഹൂദന്മാരും അവനെ അവിടെ കൂടി വരും. അന്നുള്ള സകല യഹൂദന്മാരും അവിടെ കൂടി വരും. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് മരിച്ചുപോയ യഹൂദന്മാർ ഉയർപ്പിച്ചവിടെ വരുമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ തിയോളജിയിലേക്ക് പ്രവേശിക്കാൻ തക്കൊണ്ട് പോകുന്നില്ല. എന്നുള്ള യഹൂദന്മാരെല്ലാം അവിടെ കൂടി വരും. യേശു ക്രിസ്തു പറയും, ഞാനാണ് നിങ്ങളുടെ മശിഹ എന്ന് പറയും. അവർക്ക് വിശ്വസിക്കാൻ തക്കൊണ്ട് ഒക്കത്തില്ല കേട്ടോ, വിശ്വസിക്കാൻ തക്കൊണ്ട് ഒക്കത്തില്ല. ആ പ്രത്യേക ഭാഗത്തെക്കുറിച്ച് ശെഖര്യാ പ്രവചനം 12 അധ്യായം 2 വാക്യം വിട്ടാ പറയുന്നേ, എടുത്തു വായിക്കണേ. ശെഖര്യാ 12 അധ്യായം 10 മുതൽ വാക്യം വായിക്കാമോ? എടുത്തവരാരെങ്കിലും? ശെഖര്യാ ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളമെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യ ജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ നെയ്ത്തോ താഴ്വരയിലുള്ള അദാദ്രിമോനിലെ വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും നാദാഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ലേവി ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ശിമേയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനവും പ്രത്യേകവും ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതാത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. യേശുവിന്റെ പരസ്യവരെങ്കിൽ നടക്കേണ്ടതാണ്. വെളിപ്പാട് 19 അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ അതാണ് പരസ്യവരവ്. അന്ന് കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയും, ഞാനാണ് നിങ്ങളുടെ മശിഹ എന്ന് പറയുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ തക്കണം ഒക്കത്തില്ല. കാരണം എങ്ങനെ വിശ്വസിക്കും? കാരണം അന്തിക്രിസ്തു വന്നപ്പോൾ വെളിപ്പാട് 6 അധ്യായത്തിലാണ് അന്തിക്രിസ്തുവിനെ അഴിച്ചുവിടുന്നത്.
ഞാനാണ് മസിഹ എന്ന് പറഞ്ഞ് അവൻ വരുന്നത്. ആ അന്തരീക്ഷത്തിനെ ഇവർ ഫോളോ ചെയ്യും മസിഹ എന്ന് വിചാരിച്ചു. എന്നാൽ മഹോദരകാലത്തിന്റെ മധ്യത്തിൽ ഒരു ദേവാലയം ഉണ്ടാകും. ആ ദേവാലയം പണിക്ക് വേണ്ടിയുള്ള സകല കല്ലുകളും ഇന്ന് ഇസ്രായേൽ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. സകല സാമഗ്രികളും നിങ്ങൾ ഓർക്കണം. ബ്രിട്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ഒരു ദേവാലയ പണിക്ക് ഉള്ള സകലതും കൊണ്ട് വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിന്റെ പ്ലോട്ട് മുസ്ലിങ്ങളുടെ കയ്യിലാണ്. അവിടെ ഹോമർ പള്ളിയാണ്. മോറിയ കുന്നിന്മേലാണ് അതേ ശലോമോൻ ദേവാലയം വരുന്നത്. ആ സ്ഥാനം ഇപ്പോൾ മുസ്ലിങ്ങളുടെ കയ്യിരിക്കുകയാണ്. അവിടെ വിലാപ മതിലുണ്ട്. ആ വിലാപ മതിൽ അവിടെ ഇന്നും യഹൂദന്മാർ പോയി നെറ്റിയിടിച്ച് കരയും. ഇവർക്ക് ദേവാലയ പണിക്ക് വേണ്ടി ഇപ്പോഴും കരയുന്നുണ്ട്. നമ്മുടെ ഇവിടുന്ന് ആൾക്കാർ പോയപ്പോൾ അവര് നെറ്റിയിട്ടിടിച്ച് കരയുന്നതുകൊണ്ട് ഇവരും പോയി കരഞ്ഞു. ഇത് ആ മുസ്ലിമുടെ പള്ളി അവിടെ സ്ഥാപിതമായിരിക്കുകയാണ്, കോമർ പള്ളി. നിങ്ങൾ നോക്കിക്കോ, ഇപ്പം ഇവിടെ യുദ്ധം നടക്കുന്നില്ലേ, താമസിയാതെ ആ പ്ലോട്ട് അവർ പിടിച്ചിരുന്നു. അങ്ങനെ പിടിച്ചെടുത്ത് നമ്മുടെ യഹൂദന്മാർ ഇതിനകം കയറി കഴിഞ്ഞു. ഇപ്പോഴത്തെ ഈ കഴിഞ്ഞിടക്കിയതാ യഹൂദന്മാർ അതിൻ്റെ അകത്ത് കയറി ദൈവത്തോട് നിലവിളിച്ചു, ഞങ്ങൾക്ക് ഇത് എത്രയും വേഗം തിരിച്ചേരണം, ഞങ്ങളുടെ ആരാധന പുനഃസ്ഥാപിക്കണം. ഇന്ന് യഹൂദന്മാർക്ക് ദേവാലയമില്ല, സിനഗോഗുണ്ട്. ഞങ്ങൾക്ക് എത്രയും വേഗം ഇത് വിട്ടെന്ന് പറഞ്ഞാൽ ഈയിടെ മുസ്ലിങ്ങൾ അറിയാതെ അവിടെ കുറച്ച് യഹൂദന്മാർ പോയി പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞിടയ്ക്ക് താമസിയാതെ ആ സ്ഥാനം പിടിച്ചെടുത്തു. അത് ഇവരുടെ കൈ വരും. പെട്ടെന്ന് ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടും. അതിനു മുൻപ് കർത്താവിന്റെ വരവ് നടന്നിരിക്കണം, അല്ലെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ നടന്നിരിക്കണം. അത്രമാത്രം പ്രവചനങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ യുദ്ധം യാദൃശ്ചികമല്ല. ഇന്ന് നടക്കുന്ന യുദ്ധം ദൈവത്താൽ നടക്കുന്ന യുദ്ധമാണ്. ദൈവമാണ് യുദ്ധങ്ങളെ നിയന്ത്രിക്കുന്നത്. പഴയ നിയമകാലത്ത് യുദ്ധം നടക്കുമ്പോൾ ദൈവം ശത്രുക്കളുടെ മേൽ ആടിപ്രവഹിച്ചിട്ടുണ്ട്, ഇല്ലേ, കല്ലുകൾ. ഇപ്പോൾ ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. ഇസ്രായേലും അതുപോലെ മറ്റ് ഹമാസും ഇവരെത്ര വിചാരിച്ചാലും യഹൂദ ജാതിയെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. കാരണം ഈ പ്ലോട്ട് ഇപ്പോൾ തന്നെ പിടിച്ചെടുക്കും, ഈ സ്ഥലം പിടിച്ചെടുക്കും. ദേവാലയം പണി പെട്ടെന്ന് പൂർത്തീകരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു വരാൻ, കർത്താവിന്റെ വരവ് രഹസ്യം നടക്കാൻ ഏറ്റവും സമയമായി. നമ്മൾ ഈ 11ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇത് അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും കാണും. അത് ശരിയല്ലേ? ഇതെങ്ങനെയായോ അവനെ കുത്തി തുളച്ചവരും കാണുന്നത്? അന്ന് കുത്തി തുളച്ച റോമൻ പടയാളികളുണ്ടല്ലോ, അതുപോലെ തന്നെ മരിച്ചുപോയ താങ്കളുടെ ദുഷ്ടന്മാരും ഉണ്ടല്ലോ, യേശുവിനെ കാണും. എപ്പോഴാണെന്നറിയാമോ? വെളിപ്പാട് 20:11 വാക്യം വായിച്ചേ. വെളിപ്പാട് 20:11. ഞാൻ അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആപാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. നോക്കണമേ, ഇതാണ് 3ാമത്തെ സിംഹാസനം. 1ാമത് നമ്മൾ വായിച്ചല്ലോ, ന്യായാസനം സ്വർഗത്തിൽ. വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിൽ അവിടെ ഇരിക്കുന്ന സിംഹാസനം ന്യായാസനം. 4-ാം അധ്യായത്തിൽ മത്തായി 25:31 വായിക്കുന്നത് തേജസ്സിന്റെ സിംഹാസനമാണ്. അതുപോലെ തന്നെ ആ തേജസ് സിംഹാസനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ വരവിങ്കൽ ഒലിവുമലയിൽ കാൽ ചുറ്റുമ്പോൾ അവിടെ വെക്കാൻ പോകുന്നതാണ് തേജസ്സിന്റെ സിംഹാസനം. 3ാമത്തെ സിംഹാസനമാണ് വെള്ള സിംഹാസനം. അത് യേശു ക്രിസ്തു 1000 ആണ്ട് വാഴ്ച സ്ഥാപിച്ചതിന് ശേഷം 1000 ആണ്ട് കഴിഞ്ഞിട്ട് നടത്താൻ പോകുന്ന സിംഹാസനമാണ് വെള്ള സിംഹാസനം. അന്ന് സകല ദുഷ്ടന്മാർ ഉയർത്തെന്നേക്കും, അവനെ കുത്തിത്തുളച്ചവരെല്ലാം ഉയർത്തെന്നേറ്റ് കേട്ടോ, ഈ വെള്ള സിംഹാസനത്തിന്റെ മുമ്പ് വരും. അന്നവർ അവനെ കാണും. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവര് കാണും. സകല ദുഷ്ടന്മാരും കുത്തിത്തുളച്ചവരാണ്. ഇന്ന് ദൈവത്തിന്റെ സന്താനത്തിലേക്ക് കടന്ന് വചനം പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുന്നവരെ കൊണ്ടല്ലോ കർത്താവിനെ കുത്തിത്തുളയ്ക്കുകയാണ്. എന്റെ ജനമായുള്ളവരെ അവങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ, അല്ലെല്ലാം മാനസാന്തരപ്പെടാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ നശിച്ചു പോകും എന്നൊക്കെ ദൂത് പറഞ്ഞിട്ട് ഏൽക്കുന്നില്ലല്ലോ. അവനെ കുത്തിത്തുളയ്ക്കുന്നവരാണ്.
രക്ഷിക്കപ്പെടാത്ത, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത സകല ദുഷ്ടന്മാർ ഈ വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ കൂടി വരും. അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിലാണ് അവന്റെ മേഘാരൂഢനായിട്ടുള്ള വരവിനെ കുറിച്ച് കാണുന്നത്. ഞാൻ ആ വിഷയം അവസാനിപ്പിക്കട്ടെ. ഏത് കണ്ണു അവനെ കുത്തിത്തുളച്ചവൻ അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആ വിലാപമാണ് നമ്മൾ സക്കറിയാ പ്രവചനം 12:10 മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചു. നമ്മൾ ആ ഭാഗം ഒന്നുകൂടെ വിശദമായി പിന്നീട് ചിന്തിക്കും. ദൈവത്തിന് സ്തോത്രം കേട്ടോ. യേശു ക്രിസ്തുവിന്റെ പരസ്യവരവെങ്കിൽ 3 കൂട്ടം കാര്യം നടക്കും. ഈ പരസ്യവരവെങ്കിൽ ഇപ്പോഴത്തെ വരവില്ല. അതിലൊന്ന്, യഹൂദന്മാർ ജാതിയായി രക്ഷിക്കപ്പെടും. അന്നവർ കുത്തിയിട്ടുള്ളതിലേക്ക് നോക്കും. ഏകജാതിനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ വിലപിച്ച് കരഞ്ഞ്, ഇത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് അടികൊണ്ടതാണ് എന്ന് പറഞ്ഞ് തന്റെ മുറിവേറ്റ കരം കാണിക്കും, തന്റെ വിലാപ്പുറം കാണിക്കും. അവരെ അയ്യോ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഞങ്ങളുടെ പിതാക്കന്മാർ അടിച്ചാണെന്നോ അവർ കടന്ന് നിലവിളിക്കും. അവർ കുത്തിയിട്ടുള്ളവരിലേക്ക് നോക്കും. വലിയൊരു പ്രലാപനം ഇവിടെ ഉണ്ടാകും. ഒന്ന്, യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി. രണ്ടാമത്, യേശു ക്രിസ്തുവിന്റെ പരസ്യവരവുണ്ടല്ലോ, കള്ളപ്രവാചനെയും അന്ത്യക്രിസ്തുവിനെ പിടിച്ച് തീപ്പൊയ്യിട്ടാൽ. മൂന്നാമത് ചെയ്യാൻ പോകുന്നത്, സാത്താനെ പിടിച്ച് 1000 ആണ്ട് ചങ്ങലിട്ട് കൂട്ടും. വെളിപ്പാട് ദിവസം 20 അധ്യായം 1 മുതലുള്ള വാക്യം. അനന്തരം ഒരു ദൂതൻ അകാലത്തുണ്ടാക്കുമ്പോൾ ഒരു വലിയ ചങ്ങലയിൽ കൈപ്പിടിച്ചുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയും. മൂന്നാമത്തെ വിഷയം, ഒരു രാജാവ് നീതിയോടെ വാഴും. 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കും. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു നിത്യരാജ്യത്ത് സ്ഥാപിക്കും. അതാണ് 1000 ആണ്ട് വാഴ്ച. അന്നേരം സാത്താനില്ല കേട്ടോ. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും പ്രലപിച്ചുകൊണ്ട് അവർക്ക് വരും. ഒരു വാക്യം വായിച്ചേ, മത്തായി സുവിശേഷം 24 അധ്യായം 29 വാക്യം വായിച്ചേ. മത്തായി 24 29 30 വാക്യങ്ങൾ. കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരഞ്ഞു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ച് കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. യേശുക്രിസ്തുവിന്റെ വരവ് വരിക. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞാൽ മഹോദരകാലം കഴിഞ്ഞ ഉടനെ നടക്കുന്ന സംഭവമാണ്. ഭൂമിയിൽ അതാണ് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ എന്ന് വായിക്കും. ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം വിലപിച്ചുകൊണ്ട് വരുന്ന ആ സന്ദർഭം. എന്നിട്ട് ഇസ്രായേൽ ജനത്തിന്റെ ജാതിപരമായ ഒരു രക്ഷയ്ക്ക് ഒരു വാക്കുകൂടെ മാത്രം വായിച്ച് നിർത്താം. എസെക്കിയേൽ പ്രവചനം 11 അധ്യായം 19 വാക്യങ്ങൾ. വായിച്ചേ. അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയം നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഇസ്രായേൽ ജനത്തിന് പുതിയ ഹൃദയം കൊടുക്കും. അവർ കർത്താവിനെ കൈക്കൊള്ളും. അവർ ജാതിയായി രക്ഷിക്കപ്പെടും. ആമേൻ എന്ന് പറയാം. അത് അങ്ങനെ തന്നെയാണ്. ഇതിപ്പോഴേ നേരത്തെ പറഞ്ഞതിന്റെ കാരണം ഇന്നത്തെ ഈ ലോകത്തിന്റെ അവസ്ഥ ദൈവം എന്ന് മനസ്സിലാക്കാനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സുപ്രസിദ്ധ ഗായികയായിരിക്കുന്ന ഫിലദൽഫിയയിൽ നിന്ന് ലിൻസി തോമസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് 2 ഗാനങ്ങൾ ആലപിക്കാൻ പോകുന്നു. അതിനുശേഷം പാസ്റ്റർ സിബി തോമസ് ഏറ്റെടുക്കും. അനുഗ്രഹിക്കപ്പെട്ട ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയും പവർ വിഷനിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുമാണ് ലിൻസി തോമസ്. നമുക്ക് 2 പാട്ടുകൾ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്നീ സമയത്ത് ഈ പുതുവർഷത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർക്കണേന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത പാസ്റ്റർ CB ആൻഡ്രൂസ് അങ്കിളിനോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ബൈബിൾ ക്ലാസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. നിന്റെ ദാസനെ പിന്നെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. അല്ലെങ്കിൽ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ഒന്നിച്ച് നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നമ്മൾ ഇന്നോളം നടത്തിയ കർത്താപുസിന്, ഇന്നോളം നമ്മുടെ പുലർത്തിയ കർത്താപുസിനെ ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ വർഷങ്ങളിലെ ദൈവം നമ്മളെ നടത്തി പരിപാലിച്ചു. ഹല്ലേലൂയ. ഈ വർഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ച എല്ലാ വിധങ്ങളെ ഓർത്ത് ആ അപ്പച്ചനെ ഒന്ന് നന്ദിയോട് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ
ഞങ്ങളാർക്ക് പ്രവർത്തിച്ച കർത്താവ് സ്തോത്രം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായ. നിന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റം കൊണ്ട് എനിക്കാ കുരിശിൽ മരിച്ചു. യേശു എത്ര നല്ലവൻ, എനിക്കാ കുരിശിൽ മരിച്ചു. യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന യേശു നല്ലായിടും. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന യേശു നല്ലായിടും. അനുഭാരത്താൽ അലഞ്ഞ് മനോവേദന നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുന്നു. യേശു എത്ര നല്ലവൻ, മനമുരുകി ഞാൻ കരഞ്ഞിടുന്നു. എന്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസൻ, കൊടും വെയിലാൽ തണലുമവൻ. യേശു എത്ര നല്ലവൻ, കൊടും വെയിലാൽ തണലുമവൻ. യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. യേശു എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എന്റെ യേശു വന്നിടുമ്പോ തിരുമാറോടണഞ്ഞിടും ഞാൻ.
ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, എന്നും മതിയായി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായി. താങ്ക് യു ജീസസ്. നമ്മുടെ യേശു കർത്താവ് എത്ര നല്ലവനായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ യേശു കർത്താവ് നമ്മളെ ചേർക്കാനായിട്ട് വരും. ഹല്ലേലൂയ. അങ്ങ് മേഘാരൂഢനായിട്ട് ഇന്ന് വചനം കേട്ടതുപോലെ മേഘാരൂഢനായും വരുമേ. അന്ന് നമ്മുടെ കഷ്ടങ്ങൾ മാറും, നമ്മുടെ ദുഃഖങ്ങളെല്ലാം തീരും. നമുക്ക് കൈയടിച്ച് പാടാമേ. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. എന്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എന്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എന്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എന്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. ആമേൻ. ദുരിതങ്ങളേറിടും നേരം കൃഷിൽ ഇടയുന്ന നാഥനെ കാണും. ദുരിതങ്ങളേറിടും നേരം കൃഷിൽ ഇടയുന്ന നാഥനെ കാണും. രക്തം ധാരയായി ചിന്തിയതെല്ലാം കണ്ണുനീരോടെ ഞാൻ നോക്കി നിൽക്കും. രക്തം ധാരയായി ചിന്തിയതെല്ലാം കണ്ണുനീരോടെ ഞാൻ നോക്കി നിൽക്കും. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. സ്വന്തം ബന്ധുക്കൾ സ്നേഹിതരെല്ലാം കഷ്ടനാളിൽ എന്നെ വിട്ടു പോകും. സ്വന്തം ബന്ധുക്കൾ സ്നേഹിതരെല്ലാം കഷ്ടനാളിൽ എന്നെ വിട്ടു പോകും. സ്വന്തം പ്രാണനെ നൽകിയ ഇടയൻ കൈവിടാതെയും എന്നെ നടത്തും. സ്വന്തം പ്രാണനെ നൽകിയ ഇടയൻ കൈവിടാതെയെന്നും എന്നെ നടത്തും. എന്റെ ജീവൻ വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ.
സാഗര തീരത്തു നിന്നും നിത്യ സന്തോഷമേകിടുവാനാ. സാഗര തീരത്തു നിന്നും നിത്യ സന്തോഷമേകിടുവാനാ. വെള്ളിത്തേരിലെന്നാഥൻ വരുമേ, സ്നേഹത്തോടെന്നെ ചേർത്തിടുവാനാ. വെള്ളിത്തേരിലെന്നാഥൻ വരുമേ, സ്നേഹത്തോടെന്നെ ചേർത്തിടുവാനാ. ജീവൻ വാനിൽ വരുമേ, വിഹരൂഢനായി അവൻ വരുമേ. എന്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എന്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എന്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എന്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എന്റെ ജീവൻ വാനിൽ വരുമേ, വിഹരൂഢനായി അവൻ വരുമേ. Thank you, Jesus. Thank you, Lord. Hallelujah. Thank you, Jesus. താങ്ക് യു ലിൻസിമോൾ. വളരെ മനോഹരമായ ഗാനം, പ്രത്യാശയുടെ ഗാനം നമുക്ക് കേൾക്കാനിടയായി. ദൈവം തന്റെ മകളെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ CB തോമസ്. നൽകുന്ന രീതിയിൽ എന്ന ബൈബിൾ ക്ലാസ് നടത്താൻ ശക്തമായി ഉപയോഗിച്ചാൽ ബലപ്പെടുത്തുന്ന സ്തോത്രം ചെയ്യാം. അതോടൊപ്പം തന്നെ അനുഗ്രഹിച്ച പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷനെ ഉപയോഗിക്കുന്ന സ്തോത്രം ചെയ്യാം. ഇന്ന് കേട്ട വചനപ്രകാരം നമുക്ക് നമ്മെ തന്നെ ശോധ ചെയ്ത് ക്രിസ്തുവിന്റെ വരവിനോടൊപ്പം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരുക്കാം. ഇതെല്ലാം നമ്മൾ തന്നെ പുനഃപരിശോധന ചെയ്ത് ഇവിടെല്ലാം തിരിച്ചു വരാൻ വേണ്ടി നമ്മുടെ നോട്ടത്തിൽ, സംസാരത്തിൽ, കൊടുക്ക വാങ്ങി ചെയ്യൽ, പ്രവൃത്തിയിൽ ഇവിടെല്ലാം തിരിച്ചു വരാനുണ്ടോ? അതെല്ലാം തിരിച്ചു വന്ന് കുഞ്ഞാന്റെ രഥത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കൈണപ്പ ശുദ്ധം നിർമ്മലമായ ആത്മാനെ പുതുക്കണമെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റുമപ്പ. നമ്മുടെ ഉപയോഗിച്ചാൽ ബലപ്പെടുത്തുന്ന സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദിവസം കൂടെ ഒരു വർഷം കൂടെ ദാനമായി കൊടുത്തുന്ന സ്തോത്രം ചെയ്യുന്നപ്പ. ഇന്ന് മീറ്റിംഗ് പങ്കെടുത്ത എല്ലാ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച പ്രാർത്ഥി സകല മഹത്വം പുകഴ്ചയും നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥന കേട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശീർവദിക്കുന്ന പരിശുദ്ധ സഹവാസം കൂട്ടാമേൻ. വചന ദൈവാസനത്തോടും ഭക്ഷ്യ ചെയ്ത മക്കളോടും ഇന്ന് ഒരു കുടുംബത്തോടും ഒരു വ്യക്തിയോടും എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ മേക്കപ്പ് വെച്ചതുവരെയും ഇന്നുവരെയും കൂടെ ഇരുന്നു വാഴുമാറാട്ടെ. ആമേൻ. പ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം ആമേൻ. പറഞ്ഞ ദേവദാസമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ജിൻസി തോമസ് എന്ന ആസിസ്റ്റോട് നിൽക്കുന്നു. നിങ്ങൾ പങ്കെടുത്ത ഓരോ കുടുംബത്തിൽ നിന്ന് എല്ലാവരും നിൽക്കട്ടെ. തിങ്കളാഴ്ച ശനിയാഴ്ച നിങ്ങൾ ദേവസമർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും കടന്നു വരിക. നിങ്ങൾ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലെസ്.